യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴിൽ തുണികളെ നിവർത്തിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുറത്തായിരിക്കുന്നു. അരുണോദനായ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീഴും? ജാതികൾ താഴ്ത്തിക്കളയുന്നവരെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തെടുക്കും? വായിച്ചോളൂ, വായിക്കാം. ഞാൻ വായിക്കണോ? നമുക്ക് സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ഇരയും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്ന് അരുളും. ഞാൻ യഹോവയുടെ മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമാനമാണ് എന്നാണ് യോഗി ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അഗാധത്തിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുമ്പോൾ നിന്നെ ഉറ്റുനോക്കും. നോക്കി ഭൂമി അടങ്ങുകയും ജാതികൾ കുലുങ്ങുകയും ഭൂതലത്തിലേക്ക് മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ആഡംബരം തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ. മതി സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. എന്നോട് ആദ്യമേ വാക്യം ചോദിച്ചു, ഞാൻ അന്നേരം കൊടുത്തില്ല. അപ്പോൾ അത് കൊടുക്കാഞ്ഞതിൻ്റെ ഒരു കാരണം, യോഗത്തിന് ചെന്നാൽ കിട്ടുന്ന സമയത്തിനനുസരിച്ചാണ് വാക്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മറ്റ് പശ്ചാത്തലമൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം പോയി കഴിഞ്ഞാൽ ഈ വിഷയമേ അവിടെ വെച്ചങ്ങ് മാറും. അങ്ങനെയാണ്. ഏതായാലും ഇന്ന് 34 വർഷത്തെ ഈ കൺവെൻഷൻ്റെ അനുഭവങ്ങളൊക്കെ ഉള്ള ദേവാസന്മാർ വചന ശുശ്രൂഷയ്ക്കേറെ സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗഹനമായി ഈ വിഷയങ്ങളെയൊക്കെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും അവസരങ്ങളെ കിട്ടും. സന്തോഷമല്ലേ? അപ്പം നമുക്കിനി ഇതിൻ്റെ വിശകലനത്തിലേക്ക് പ്രാർത്ഥനയോടെ കിടക്കാം. പണ്ട് ഇസ്രായേലിൽ ഒരു യഹൂദ സമൂഹമുണ്ടായിരുന്നു. പല ഗ്രൂപ്പുകളായി വിഭജിച്ചു നിന്നിരുന്ന ആ സമൂഹത്തിലെ ഒരു മൈക്രോ മൈനോറിറ്റി, ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം, അവരെ വിളിച്ചിരുന്നത് സദൂക്യർ എന്നായിരുന്നു. സാദോക്ക് എന്നറിയപ്പെടുന്ന ഒരു ലേവ്യ പുരോഹിതന്റെ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങി അവർ പഞ്ചഗ്രന്ഥങ്ങൾക്കും പ്രവാചക പുസ്തകങ്ങൾക്കും സങ്കീർത്തനങ്ങൾക്കും ഒക്കെ വേറിട്ട ഒരു വ്യാഖ്യാന ശൈലി പുലർത്തിപ്പോന്നിരുന്നു. സാദോക്കിൻ്റെ അനുഗാമികൾ എന്ന അർത്ഥത്തിലാകണം ഇവരെ വിളിച്ചു സദൂക്യർ. ഈ പദം പരിചയമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഇവരൊരു താർക്കിക ഭാവത്തിൽ പലപ്പോഴും യേശുവിൻ്റെ അരികിൽ വരാറുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ അരികിൽ താർക്കിക മനോഭാവത്തോടെ വന്നവരിൽ സദൂക്യരും പെടും. ഉറക്കം പറയുന്ന ഒരു പേരാണ് പരീശന്മാർ. പിന്നെ കേൾക്കുന്നൊരു പേരാണ് ശാസ്ത്രിമാർ. ഇതെല്ലാം അവർ ചെയ്തു വരുന്ന സേവനത്തോടോ ജോലിയോടോ അനുബന്ധിച്ചോ അല്ലെങ്കിൽ അവർ പഴയ നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന വ്യാഖ്യാനമനുസരിച്ചോ ഉള്ള വിഭജനമാണ്. ഇനിയും ഒരു കൂട്ടരുണ്ട്, എരിവുകാർ. ഇതൊരു തരം രാഷ്ട്രീയക്കാരാണ്, തീഷ്ണതയുള്ളവർ എന്ന് വേണം ശരി പരിഭാഷ. ഒരു സ്വതന്ത്ര യഹൂദ രാഷ്ട്രത്തിന് വേണ്ടി വാളെടുത്ത് പോരാടണം, യുദ്ധം ചെയ്യണം. ഇതായിരുന്നു എരിവുകാരുടെ മാനസികാവസ്ഥ. മഷിക വരുന്നെങ്കിൽ വരട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഇതായിരുന്നു സെലക്ട്സ് അഥവാ എരിവുകാർ.
ഇത് പരിചിതമായ കാര്യമാണ്. എന്നാൽ ഈ സദൂക്യർക്ക് വിചിത്രമായ ചില പഠിപ്പിക്കലുണ്ടായിരുന്നു. വളരെ വിചിത്രം. ദൈവമുണ്ട് സത്യം, ദൈവ ഏകനാണ് സത്യം. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കൊട്ടിപ്പാടുകയോ കൺവെൻഷൻ നടത്തുകയോ പെരുന്നാൾ കൂടുകയോ ഒന്നും ചെയ്യണ്ട. ദൈവ ഏകൻ, നമ്മൾ അവൻ്റെ സൃഷ്ടി, തീർന്നു. തീവ്രമായൊരു മതബോധം അവരിൽ ഇല്ല എന്ന് മാത്രമല്ല, ദൈവനിഷേധികളല്ല താനും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അവർ വിശ്വസിക്കുന്നു മരണത്തോടെ സകലതും തീർന്നു, മരണമാണ് അവസാനം. അതുകൊണ്ട് മരണം കഴിഞ്ഞാൽ പുനരുത്ഥാനം അഥവാ ഉയർപ്പ് എന്നൊന്നില്ല. ഇതാണ് അവരുടെ പഠിപ്പിക്കൽ. സദൂക്യരുടെ അടുത്തൊരു പഠിപ്പിക്കലുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ സന്ദേശവാഹകരായി മാലാഖമാർ അഥവാ ദൂതന്മാർ എന്നൊരു ഗണമില്ല. ദൂതനില്ല, പുനരുത്ഥാനമില്ല. മരണമുണ്ട്, പുനരുത്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ന്യായവിധിയില്ല. ലോകം കൊണ്ട് സകലതും തീർന്നു. തത്വത്തിൽ ഇവർ ഭൗതികവാദികളാണ്. ഇവരിലെ ഒരുപറ്റം ആളുകൾ വന്നാണ് ചോദിക്കുന്നത്, യേശുവിൻ്റെ അരികിൽ ഒരു സ്ത്രീ ഒരു വിവാഹം കഴിച്ചു, ഹസ്ബൻഡ് മരിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരാളെ വിവാഹം കഴിച്ചു, ഹസ്ബൻഡ് മരിച്ചു. പിന്നെയും ഒരാളെ വിവാഹം കഴിച്ചു, അയാളും മരിച്ചു. നമ്മുടെ യേശുവിൻ്റെ ക്ഷേമം ഭയങ്കരമാണ്. ഞാൻ വല്ലതുവാണെങ്കിൽ അതിനു മുമ്പ് ഇത്രയും മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്തൊരു മരണമാടാ. അവസാനം ചോദിക്കുക, ഈ സ്ത്രീ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, മറ്റവന്മാർ ഉയർത്തെഴുന്നേറ്റു, പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയാകും? നമ്മുടെ ഷീനുവൊക്കെയാണെങ്കിൽ പൊട്ടിയിൽ കൊടുക്കും. അന്നേരം എന്തോടാ പറഞ്ഞെന്ന് ചോദിക്കും. യേശുവിൻ്റെ സംയമനം കണ്ടില്ലേ? കർത്താവ് ഒരു മർമ്മം അവരോട് വെളിപ്പെടുത്തി. പുനരുത്ഥാന ശരീരികൾ ദൂതതുല്യരാകും. അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർക്ക് ലൈംഗികതയില്ല, ആ മോഹങ്ങളില്ല, താല്പര്യമില്ല. അവർ ദൂതതുല്യരാണ്. ക്രിസ്തുവേശുവിൽ അന്ന് സ്ത്രീയും പുരുഷനുമില്ല, ദൂതതുല്യരാകും. ഈ ദൂതൻ എന്നൊരു പദം കേൾക്കുമ്പോഴേ ഈ സദൂക്യർക്ക് വല്ലാത്ത വിരോധമാണ്. അവർക്ക് പരിഹാസമാണ്, നിന്ദയാണ്. ദൂതനോ? അങ്ങനെയൊന്നുമില്ല. അവരോടാ പറയുന്നത് ദൂതതുല്യരാകും. അത് കേൾക്കാൻ പേടിയാ, ബുദ്ധിമുട്ടാ. നമ്മുടെ പൗലോസ്ലീഹ പണ്ടൊരു പരീശനായിരുന്നു. അദ്ദേഹം ഒരു കൺവെൻഷൻ യോഗം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദൂക്യരെടുത്ത് വന്നിട്ട് ചോദിച്ചു, താൻ എന്തുകൊണ്ടു ഈ പറയുന്നേ? അപ്പോൾ ഈ സദൂക്യർ വരുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകും. അപ്പുറത്ത് പരീശന്മാരും നീക്കുക. പൗലോസ് വളരെ ബുദ്ധിപൂർവ്വം ഒരു പണി ചെയ്തു. ആ പണി മറ്റൊന്നുമല്ല, ദൂതന്മാരെ പറ്റി, പുനരുദ്ധാനത്തെപ്പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റിയ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രത്യാശയെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പരീശന്മാർക്ക് അത് വലിയ സന്തോഷമായി. അവർ പറഞ്ഞേ, ഒരു ദൂതൻ ചിലപ്പോൾ അവനോട് സംസാരിച്ചെന്ന് വരാം, നീയൊക്കെ കയറി വീട്ടിൽ പോകാൻ പറഞ്ഞു. ദൂതനുണ്ടെന്ന് സ്ഥാപിക്കുന്ന പരീശൻ, ദൂതനേ ഇല്ലെന്ന് വിശ്വസിക്കുന്ന സദൂക്യര്. സദൂക്യരല്ല എൻ്റെ ചിന്താവിഷയം. ലോകത്ത് സദൂക്യരാണ് ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ദൂതന്മാരെന്നൊരു സൃഷ്ടി ഇല്ല എന്ന് പഠിപ്പിച്ച ഒരേ ഒരു സമൂഹം. ബാക്കി നിരീശ്വരന്മാർ ദൈവമേ ഇല്ല എന്ന് പറയുന്നത് പിന്നെ ദൂതനില്ലെന്ന് പറയണ്ടല്ലോ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ദൂതഗണങ്ങൾ ഇല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു വിശ്വാസ രീതി പിന്തുടരുന്നിരുന്ന സദൂക്യർ. പക്ഷേ ദൂതൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ദൂതൻ എന്നതിന് എബ്രായ ഭാഷയിലെ പ്രയോഗമാണ് മാലാഖ എന്നത്. മാലാഖ, മലക്ക്, മാലാഖ, മലാക്കി
എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. മലാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൂതൻ എന്നർത്ഥം. മലാക്കി, മലക്ക്, അതാണ് ദൂതൻ എന്നതിൻ്റെ ശരിപ്രയോഗം. മെലക്ക് എന്നാണ് പറയുന്നതെങ്കിൽ രാജാവ് എന്നാണ് അർത്ഥം. അബീ മെലക്ക്. മലക്ക് എന്നാണ് പറയുന്നതെങ്കിൽ ദൂതൻ എന്നാണ് അർത്ഥം. ഈ മലക്കെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അറബിയിലാണെന്ന് നമ്മുടെ ധാരണ. അല്ല, അതൊക്കെ കോപ്പി അടിച്ച നമ്മുടെ വസ്തുതകൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതാണ് അറബികൾ. ആരാണ് മാലാഖ? മാലാഖയ്ക്ക് ഗ്രീക്കിൽ പറയുന്ന പേര് നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്, ഏഞ്ചലോസ് എന്നാണ്. ഏഞ്ചലോസ്. ഏഞ്ചൽ എന്നൊക്കെ പേരുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കണ്ട, കാരണം കൈ പൊക്കിയാൽ ഞാൻ രോഗശാന്തി കൊടുക്കാനാന്ന് ഓർക്കും. പക്ഷെ ഒരു കാര്യം, ഏഞ്ചലോസ് എന്നുള്ള പേര് ഉള്ളൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ആ പേര് തിരുത്തിക്കോണം. അതിൻ്റെ കാരണം അത് പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ല, ആമ്പിള്ളേർക്ക് ഇടാവുന്ന പേരാണ്. അതെന്ന് മാലാഖമാർക്ക് പുരുഷഭാവമാണ്, പുല്ലിംഗ ശബ്ദമാണത്. ഗ്രീക്കിൽ ഓയസിൽ തീരുന്ന ശബ്ദങ്ങൾ മാസ്കുലിൻ ജെൻഡറാണ്. ഓയസ് എൻഡിങ് ഓൾവേസ് മാസ്കുലിൻ ജെൻഡർ ഇൻ ഗ്രീക്ക്. അതാണ് എൻ്റെ തിയറി. അതുകൊണ്ട് മാത്രമല്ല, ഇനി ആരുടെയും കുഴപ്പമില്ല, ലോകത്തെല്ലായിടത്തും. പക്ഷെ ഇനിയും പെൺകുട്ടികൾക്ക് ഏഞ്ചലോസ് എന്ന പേര് വരും, ആരുടെയും കുഴപ്പമില്ല. കാരണം നമ്മളൊക്കെ കണ്ടു പരിചയിച്ച മാലാഖ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പോരാ, നൈറ്റിയൊക്കെ ഇട്ട്, അല്ലെ ഒരു ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു 10-12 വയസ്സുള്ളൊരു കുഞ്ഞിനെയാണ്, പെൺകുട്ടിയുടെ പടമാണ് മാലാഖ എന്ന് പറഞ്ഞ് വരച്ചു വെച്ചിരിക്കുന്നത്. ബൈബിൾ ആദ്യോളന്തം പഠിച്ചാൽ മനസ്സിലാകും, പുരുഷന്മാർ ഇങ്ങനെ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ, അതിൽ 2 പേര് ലോത്തിന്റെ വീട്ടിൽ. സന്ധ്യാസ്നാഗത്തിന്റെ സമയത്ത് ഗബ്രിയേൽ എന്നൊരു പുരുഷൻ. അപ്പൊ പുരുഷൻ എന്ന പ്രയോഗമേ ദൂതന്മാരെ സംബന്ധിച്ച് ബൈബിളിൽ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൂതന്മാരെ പറ്റി ഒന്ന് ഗ്രഹിച്ചിട്ട് ഈ ഉള്ളടക്കത്തിലേക്ക് പോകണം. സന്തോഷമാണോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൂതനെ പറ്റിയൊക്കെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അവിടെ ഒരു ദേവാസൻ ആവേശം കയറി പറഞ്ഞു, പിശാച് ഇളകിയൊരു സമയത്ത് പിശാചിനോട് പറഞ്ഞു, നീ നോക്ക്, നിന്റെ സമീപത്ത് ഊരിപ്പിടിച്ച വാളുമായി ദൂതൻ നിൽക്കുന്നെന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞു, താനതിനൊരു പിടിയിട്ട് കൊടുക്കാൻ പറഞ്ഞു, ഊരിപ്പിടിച്ച വാളാണെങ്കിൽ. പിശാചിൻ്റെ ഓരോ തന്ത്രം കണ്ടില്ലേ? ഊരിപ്പിടിച്ച വാള്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ പോരും പറയും, ഗബ്രിയേൽ മീകായിൽ ദൂതന്മാർ കാവലായിരിക്കണം. എന്തിന്? കോഴിക്കൂടിനോ? അവിടെ എന്തോ ഇരിക്കുന്നേ? ആട്ടിൻകുട്ടിയോ? ഈ ആട്ടിൻകുട്ടിക്ക് കാവലാണോ ഗബ്രിയേലും മീകായിലും? അവരിത് കേട്ട് ചിരിച്ച് ഒരു പരുവായിട്ടുണ്ട്. കാരണം ഇതാരാണൊരു ദൂതൻ? മനസ്സിലായോ? ഞങ്ങളിങ്ങോട്ട് ഒത്തിരി വഴി കറങ്ങിയാണ് വന്നത്. അങ്ങനെ വന്ന് എന്നെ കൂത്തുകാഴ്ചയോ ഏതാണ്ടൊരു പ്രോഗ്രാം നടക്കുക. കൂത്തുകാഴ്ച എന്നാണ് ഞാൻ മനസ്സിലാക്കി. വേറെ ഏതാണ്ടൊരു പേര് ഇങ്ങനെ പ്രോഗ്രാം നടക്കുക. അതിൻ്റെ ഇടവഴി വരാൻ വയ്യ. അവിടെ നിന്നുകൊണ്ട് DGP ആരെയും നിയന്ത്രിക്കുകയല്ല, അതിന് ലോക്കൽ പോലീസ് ഉണ്ടല്ലേ. നമുക്കൊരു കാര്യം വന്നാൽ നമ്മൾ തന്നെ ദൂതനെ നിശ്ചയിക്കുക, ഗബ്രിയേലിനെ തന്നെ വിടണമെന്ന്. പേടി കാരണമാണ്. അങ്ങനെ ഇടയ്ക്കുള്ള പുള്ളികളൊന്നും വിടരുത്. ഗബ്രിയേൽ മീകായിൽ കാവലായിരിക്കണം. ആദ്യം ഓർത്തു ഗബ്രിയേലിന്റെ ജോലിയെ കാവലല്ല, സന്ദേശവാഹകനാണ്. നിങ്ങൾ ഈ പറഞ്ഞ എന്താണെന്നറിയണ്ടേ? പോസ്റ്റ്മാനെ പിടിച്ച് ഇവിടെ സെക്യൂരിറ്റി ആക്കണമെന്നാണ്. മീകായിലിൻ്റെ പണി എന്താ? മീകായിലൊരു വെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അശൂർ പാളയത്തിലൊരു വെട്ടം കൊണ്ട് തുടങ്ങിയപ്പോൾ ലക്ഷങ്ങൾ പിടഞ്ഞവിടെ വീണു. നമ്മൾ ഈ മീകായിലിനെ ഒന്നും കൊണ്ട് നിർത്തരുത്, ആ പഞ്ചായത്ത് തകരും. ഒരു മയം കാണിക്കും നാട്ടുകാരോട്, അവർ ജീവിക്കട്ടെ. അപ്പം
ദൂതനാരാണ് എന്ന് മനസ്സിലാക്കണം. സന്തോഷമല്ലേ? ചില തെറ്റുകൾ കൂടി തിരുത്തി പോണം. അതിനാ. ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? ഒരു പോകാൻ വഴിയുള്ളൂ, ഇവിടെ വന്നിരി. നമ്മുടെ ചില വിചിത്ര ജീവികളുണ്ട്, അവർ ഈ ബോക്സിൻ്റെ തൊട്ട് മുമ്പിൽ വന്നിട്ടിരിക്കുക. അതിൻ്റെ ഇടിപ്പ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇച്ചിരി മാറിയിരുന്ന പോലെ. ചിലർ ഏറ്റവും പുറകിൽ വന്നിട്ട് പറയാ ഒന്നും കേൾക്കത്തില്ലായിരുന്നു. അതിനെ ഈ കസേര വീഴിരിക്കുന്നത്. ഈ കസേരകൾ വാക്കും ഭാഷണവും കൂടാതെ ചോദിക്കുന്നുണ്ട്, ഇനി ആരുണ്ടെന്ന്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ വയ്യെങ്കിൽ ഇവിടെ വരണം. മാത്രമല്ല, ഞാൻ ഇതിനപ്പുറത്തൊരു ശബ്ദം എടുക്കുകയില്ല. എൻ്റെ കാരണം 500 പേർക്ക് വേണ്ടി 1000 പേരുടെ ശബ്ദം എടുത്ത പോരെ. പിന്നെ ഈ ആംപ്ലിഫയറോടുണ്ട്, മതി. നമ്മുടെ ആളുകൾ ഈ 500 പേർക്ക് വേണ്ടി 5000 പേരുടെ സൗണ്ട് എടുക്കും. എന്നിട്ട് 2-3 യോഗം കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട പറയും, പാസ്റ്റർ എവിടെ പോയി? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. മിമിക്രിക്കാരൻ്റെ സൗണ്ട് പോലെ. കാരണം ഈ 500 പേർക്ക് വേണ്ടി 5000 പേരെ സൗണ്ട് എടുത്ത് ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് മൈകാരം കിടന്ന് വിഷമിക്കുക. എന്നിട്ട് പറയാം ചീറ്റ് വർക്കായിരുന്നു കേട്ടോ. സംഭവം അങ്ങനല്ല. ശ്രദ്ധിക്കണം കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോഴേ ശ്രദ്ധിച്ചു കേട്ടെ. ദൂതന്മാരിൽ അനവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ദൂതന്മാരെ പല പേരുകളിൽ വിളിക്കും. ഇനി മനുഷ്യരെയും ദൈവദൂതന്മാരെന്ന് വിളിക്കുന്നുണ്ട്. പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാകയാൽ, സക്കറിയ പറയുക, പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാണ്, ആലോചന അറിയിക്കുന്നവൻ. ഒരുപറ്റം ദൂതഗണങ്ങൾ ദൂതറിയിക്കുന്ന സന്ദേശവാഹകരായിരിക്കുമ്പോൾ ഒരുപറ്റം ദൂതഗണങ്ങളുടെ ജോലി യുദ്ധമാണ്, സംരക്ഷണമാണ്, ഡിഫൻസാണ്. ഇരുട്ടിൻ്റെ കോട്ടകളെ തകർക്കുന്ന യുദ്ധസന്നദ്ധരായി കാവൽ നിൽക്കുകയാണ് ദൂതഗണങ്ങൾ. ഇനിയും ഒരുപറ്റം ദൂതഗണങ്ങൾ ഗായക സംഘമാണ്. ഈ ഗായക സംഘത്തിൽ തന്നെ പല ഗ്രൂപ്പുകളാണ്. അവയുടെ സംഗീതം ഞാനൊന്ന് ബോധ്യപ്പെടുത്താം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്, ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതഗണങ്ങളുടെ ഒരു ചിത്രം യോഹന്നാൻ വെളിപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ പറയുക, കെരൂബുകൾ അവൻ്റെ മുമ്പാകെ നിന്നു. ഇത് യെശയ്യാ പറയുമ്പോൾ സറാഫുകളെയും അപ്പുറത്ത് കാണുന്നു. ഈ ദൂതഗണങ്ങൾ അവന് മുമ്പാകെ നിന്നു. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. ഒരു ദൂതൻ 6 ചിറക്. അതിൻ്റെ ഉപയോഗം പറഞ്ഞു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു നിൽക്കുക. സത്യത്തിൽ ഇത് ആരാധനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ നിന്നിട്ട് ഒരുത്തനോട് ഒരുത്തൻ ആരാധനയാകുന്ന എങ്ങനെ? ആരാധനയല്ല, പക്ഷേ ആരാധന എന്ന് പറയാം, തെറ്റില്ല. പറയുന്നത്, പ്രകീർത്തിക്കുന്നത് ദൈവത്തെ പറ്റിയാകയാൽ ആരാധനയാണ്. പക്ഷെ നേരെ അർത്ഥത്തിലെടുത്താൽ ആരാധനയല്ല. ആ രംഗം ഞാൻ വിശദീകരിക്കാം. അച്ചടക്ക ബോധമുള്ള, കൃത്യനിഷ്ഠയുള്ള ഒരു പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ നോട്ടത്തിന് പോലുമുണ്ട് 1000 മുനകൾ. അദ്ദേഹം വരുന്നത് കണ്ടിട്ടേ വാഗമരത്തിൻ്റെ ചുവട്ടിൽ വർത്തമാനം പറഞ്ഞിരുന്ന കുട്ടികൾ ഈ പുസ്തകം തുറന്നിട്ട് മുഖം മൂടി ഒരാളോട് പറയുക, സാർ വരുന്നു, സാർ വരുന്നു, സാർ വരുന്നു, സാർ വരുന്നു, ദാ അടുത്ത് വരുന്നു. ഭയം, ആദരവ്, ബഹുമാനം. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വരുന്നവൻ്റെ പരിശുദ്ധിയുടെ വ്യാപാരം ആ ദൂതഗണങ്ങളുടെ അരികിലേക്ക് അണഞ്ഞപ്പോൾ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒരു ഇരമ്പം അവർക്കിടയിലേക്ക് വരുമ്പോൾ അവരുടെ ശബ്ദം ഉമ്മറപ്പടിയെപ്പോലും കുലുക്കത്തക്ക വിധം ആധികാരികമായി മാറിയപ്പോൾ ഈ ശബ്ദത്തിന്റെ ആർപ്പ് പ്രപഞ്ചത്തെ മുഴുവൻ കിടുക്കി. മിന്നൽ പിണരുകൾ കൊണ്ട്
പ്രപഞ്ചം മുഴുവൻ ഒരുപോലെ കിടുങ്ങുമാറാക്കുന്ന ശബ്ദത്തിൽ അവൻ ആർത്തുവിളിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈ പരിശുദ്ധിക്ക് മാത്രം വില കൽപ്പിച്ച് അവരിങ്ങനെ സംസാരിക്കവേ ഈ സംഗീതത്തിന് മറ്റൊരു മനോഹാരിത. അപ്പകലിനെ കുറിച്ചുള്ള ബോധ്യമില്ല, ശത്രുഭീതിയില്ല. കാരണം പരിശുദ്ധനായവൻ അരികിലേക്ക് വരുമ്പോൾ ഒരു തിന്മയ്ക്കും നിലനിൽക്കാനാവാത്ത വിധത്തിൽ, ഇരുട്ടിന്റെ ശക്തികൾക്ക് ഒരിക്കലും വാഴാൻ കഴിയാത്ത വിധത്തിൽ അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റുന്ന മഹനീയമായ ആ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞെങ്കിൽ അതേ ദൈവം അതേ കൃപയോടെ അതേ ശക്തിയോടെ അതേ പരിശുദ്ധിയോടെ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അവിടുത്തെ സാന്നിധ്യം നമുക്കിന്ന് രാത്രി അശുദ്ധിയെ തുടച്ചു നീക്കുന്ന അത്ഭുതകരത്തിന്റെ പ്രവൃത്തിയാണ്. ആ തിരുസാന്നിധ്യം നമുക്കിന്ന് രോഗശാന്തിയാണ്. ആ തിരുസാന്നിധ്യം നമുക്കിന്ന് അതിജീവനത്തിന്റെ ശക്തിയാണ്. തോറ്റു തകർന്നവർക്ക് വിജയിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധി ആ തിരുസാന്നിധ്യമാണ്. ആ തിരുസാന്നിധ്യം കൂടാതെ ഒരാളും ഇന്ന് ഈ പന്തൽ വിട്ട് കടന്നു പോകരുത്. നാഥ, അങ്ങനെ സ്പർശിക്കണം. നിന്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇതാ ഇവരീ പാടുമ്പോൾ ഞാൻ പറഞ്ഞു, താളം വന്ന് മുട്ടി നിൽക്കുന്ന എവിടാന്നറിയോ? 3 റൗണ്ട് പറഞ്ഞിട്ട് ഒരു ചെറിയ ഇടവേള വരുന്നുണ്ട്. മനസ്സിലായോ? ഒരു മാത്ര, ഒരു നോട്ട്, അടുത്ത കയറിപ്പോവാ. ഇവർക്ക് കയറി അതിൻ്റെ സാങ്കേതിക പദങ്ങൾ അങ്ങനെയാ. പരിശുദ്ധൻ 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 അവിടെ നിർത്തും. പിന്നെ അടുത്ത സ്ഥായിലേക്ക് കിടക്കുക, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോഴേ ഈ താളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കടൽ തീരത്ത് നിൽക്കവേ ഒരു തിര വരുന്നു. ആ തിര പോയി കഴിഞ്ഞ് മറ്റൊരു തിര അതിലും കരുത്താർജിച്ചു വരുന്നു. അങ്ങനെ തിര വന്ന് 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 നമ്മുടെയൊക്കെ ഒരു ധാരണയനുസരിച്ച്, കവികൾ പറയുന്നതൊക്കെ അനുസരിച്ച് 7ാമത്തെ തിര കരുത്ത് കാട്ടി കരയ്ക്ക് കയറും. വലിയ ഇരമ്പലാണ്, അടിയൊഴുക്ക് ശക്തമാണ്. തിരിച്ചു പോകുമ്പോൾ കരയായി കിടന്ന ഇടം മുഴുവൻ കടൽ വിഴുങ്ങി കരയ്ക്ക് കയറുകയാണ്. കടൽ ക്ഷീണിക്കുന്നില്ല, അത് കടലിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ ദൂതൻ വളരെ ബേസിൽ നിന്നുകൊണ്ട് തുടങ്ങുക, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒരിടവേള വിട്ട് പറയും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്ഥായീഭാവത്തിലേക്ക്, ഉച്ച സ്ഥായിലേക്ക്, ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോഴും ആ സ്വരത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല, മനോഹാരിതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. എത്ര മനോഹരമായ സംഗീതം അവയാക്കുമ്പോൾ, അവ പാടുമ്പോൾ ക്ഷീണം കൂടാതെ, മറ്റൊരു ദുരന്തവും അവിടെ കേൾക്കാനിടവരാതെ, ദുഃഖങ്ങൾ കേൾക്കാനിടവരാതെ ആ ശബ്ദം സകല പ്രതിസന്ധിയും മാറ്റിമറിക്കും വിധം സ്വർഗത്തെ കൂടുതൽ ജ്വലനാത്മകമാക്കി മാറ്റുകയാണ്. ഇതാണ് ശരിക്കുള്ള ആരാധനയുടെ ഒരു റിസൾട്ട്. മനസ്സിലാവുന്നോ? നമ്മൾ ഇന്നിതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ വന്നു. ഞാൻ സാധാരണ യോഗത്തിന് നേരത്തെ തന്നെയാണ് പോകുന്നത്. പക്ഷേ വഴിയിൽ വന്ന് കുറച്ച് നേരം കിടക്കും. കാരണം എല്ലാ പാട്ടും സഹിക്കാനുള്ള ഒരു ത്രാണി എനിക്കില്ല. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ ചോദിച്ചറിയാം എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നതാണ്. അതുകൊണ്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ക്ഷമിക്കണം, ഞാൻ കൂടുതലും കൃത്യഗാനങ്ങളല്ല കേൾക്കുന്നത്. പിന്നെ എന്താ ഗാനമാണ്? സിനിമ പാട്ട്, നല്ല ഒന്നാന്തര സിനിമ പാട്ട് ഞാൻ ആസ്വദിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ജീവിതത്തിൽ സന്തോഷം പകർന്നൊരു സിനിമാ പാട്ട് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ, ഗുലുമാലെന്ന്. എന്തൊരർത്ഥമുള്ളൊരു പാട്ടാണ്. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ. അയാൾ ആത്മാവിലാണോ ഇത് എഴുതിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പല പാട്ടുകളെക്കാൾ എത്രയോ മനോഹരമാ പാട്ട്. എന്നാ ഇപ്പം ചെയ്യുക എന്നൊരുത്തിന് ഇടയ്ക്ക് പാടുക. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, മഹത്വം, സ്തോത്രം. അപ്പോഴേ ദൂതഗണങ്ങൾ മടുക്കുന്നില്ല. പാടും തോറും അവർ ഫ്രഷാവുക. ഹൃദയഹരിയായി ആ സംഗീതത്തോട് ചേർന്ന് പാടുമ്പോൾ അവരും ഒരുമിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കൂട്ടരുണ്ട്. അവർ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി, അഖിലാണ്ട കടാഹത്തെ മുഴുവൻ
ഓർബിറ്റൽ അഥവാ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ഗോളം, അതിനെ വലം വെച്ച് മറ്റൊരു ഗോളം, അതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു ഗോളം, കോടാനുകൂടി ഗോളങ്ങളുടെ ആ ഭ്രമണം, ആ സംക്രമണം ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എത്ര കോടി വർഷങ്ങൾ ഇവ ഇങ്ങനെ സഞ്ചരിച്ചിട്ടും ക്രമം തെറ്റാതെ ഈ പ്രകൃതിയെ അണിയിച്ചൊരുക്കിയ മഹാപ്രഭാവനെപ്പറ്റി ഈ ദൂതഗണങ്ങൾ ഓർക്കുന്നു. ആ ദൂതഗണങ്ങൾ ഈ മുഴുലോകത്തിലേക്ക് നോക്കിയിട്ട് ഒരു പ്രതിഗാനം പോലെ, ഒരു മറുപടി പോലെ, ഗാനപ്രതിഗാനം പോലെ അവരോട് പാടിക്കൊടുക്കുക. ഒരു കൂട്ടർ പറയും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, മറ്റേ ദൂതഗണങ്ങൾ പറയും മുഴുപ്രപഞ്ചവും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമുദ്രം, അവിടുത്തെ സൃഷ്ടിയായ മഹാസമുദ്രം, സ്വന്തം ഭ്രമണപഥത്തിൽ സൂര്യനെ വലം വയ്ക്കുന്ന ഭൂമി, അതിൽ അധിവസിക്കുന്ന നമ്മയൊക്കെ നോക്കി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തമ്പുരാൻ്റെ ശ്രദ്ധ ഇതിൽ പോലും അല്ല. തന്നെ പാടിപ്പുകഴ്ത്തുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സ്തോത്രസ്വരത്തേക്കാൾ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കി അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്ന ആ ദൈവത്തിന് കോടാനുകോടി ദൂതഗണങ്ങളുടെ പാട്ടിനേക്കാൾ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഈ സാധുക്കളായ നമ്മുടെ പാട്ടാ. അവൻ കാതുകൂർപ്പിച്ചിരിക്കുമ്പോൾ ദൂതഗണങ്ങൾക്ക് അത്ഭുതം, അവയും കുനിഞ്ഞു നോക്കുന്നു. ഈ വിചിത്ര കൃപ കണ്ടിട്ട് കുനിഞ്ഞു നോക്കുന്നു. ഈ കൃപയാണ് ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയത്. ആ കൃപാപദ്ധതിക്ക് പുറത്ത് ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇത് ആസ്വദിക്കാൻ ഒറ്റ വഴി, ജീവന്റെ പുതുവഴി മാനവരാശിക്ക് നൽകിത്തന്ന ദൈവത്തിന്റെ പുത്രൻ കാലത്തിന്റെ സമ്പൂർണതയിൽ നമുക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ടു. അവന്റെ ജഡം കാൽവരുടെ കൊലമരത്തിൽ തകർന്ന് അതിലൂടെ ഒഴുക്കിയ പുണ്യാഹരക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കിയപ്പോൾ ജീവന്റെ പുതുവഴി ആസ്വദിക്കാൻ ഇടയായിത്തീർന്നു. അന്ന് നമുക്ക് ദൈവത്തോട് നിരപ്പ് യാഥാർത്ഥ്യമായി. അന്ന് മുതൽ ഈ ദൂതഗണങ്ങളെക്കാൾ നമുക്കൊരു വ്യത്യാസം പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മീകായേൽ വെട്ടിയെന്നോ ഗബ്രിയേൽ ഒരു സന്ദേശം കൊണ്ട് വന്നെന്നോ ഒന്ന് ഓർത്താൽ അതിലത്ര വലിയ ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സത്യം പറഞ്ഞ മീകായേൽ വരട്ടെ, വെട്ടിയിട്ട് പോട്ടെ, അല്ലെങ്കിൽ ഗബ്രിയേൽ ഒരു സന്ദേശം കൊണ്ട് വരട്ടെ, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം, സഹോദരി പറഞ്ഞല്ലോ നിനക്കും വന്ദനം, രണ്ടുപേർക്കും വന്ദനം, കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം പങ്കിട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സന്തോഷം ഒരു കാര്യം പഠിച്ചു. ദൂതൻ കോടാനുകോടി വർഷങ്ങളായിട്ടും ദൈവത്തെ വിളിക്കുന്നത് സ്ഥാനപ്പേര് ചൊല്ലിയ സൈന്യങ്ങളുടെ യഹോവ, ഇത് ചൊല്ലിയാ വിളിക്കുന്നത്. ദൂതൻ മാത്രമല്ല, ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ വിളിക്കുന്നത് സ്ഥാനപ്പേർ ചൊല്ലി. അവരവരുടെ രീതി അനുസരിച്ച് ദൈവത്തിനൊരു സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട്. അല്ല എന്നോ ഈശ്വരനെന്നോ യാഹ്വേ എന്നോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇതിനൊക്കെ നമുക്ക് പദങ്ങളോട് വിയോജിപ്പുണ്ട് ദൈവശാസ്ത്രപരമായി. പക്ഷെ നിങ്ങൾക്കറിയണ്ടേ, ലോകത്ത് സൃഷ്ടാവിനെ പിതാവ് എന്ന് വിളിക്കുന്ന ഒറ്റ സമൂഹമേ ഉള്ളൂ, അത് യേശുവിൻ്റെ അനുഗാമികളാണ്. പ്രപഞ്ചനാഥനെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ, അത് യേശുവിൻ്റെ അനുഗാമികളാണ്. നമ്മൾ മാത്രം ദൈവത്തെ വിളിക്കുന്നു അപ്പാ. എന്തൊരാനന്ദമാണത് എന്ന് വെച്ചാൽ, എന്നെ നിങ്ങൾ പാസ്റ്റർ എന്നോ ഉപദേശി എന്നൊക്കെയാണല്ലോ വിളിക്കുക. പക്ഷെ മക്കളിങ്ങനല്ലല്ലോ വിളിക്കുക, അപ്പാ. ഈ വണ്ടി കൊണ്ട് ഗേറ്റിൻ്റെ അരിയിൽ ഇട്ടിട്ട് ഞാൻ 2 ഓൺ അടിക്കുമ്പോൾ മോളാണ് ഓടി വരുന്നത്. എൻ്റെ സാന്നിധ്യം അവൾക്കറിയാം. അപ്പാ വന്നു. അപ്പാ ആ വിളിയുടെ സുഖമില്ല സാറേന്ന് വിളിച്ചാലും ഇല്ല, പാസ്റ്ററേന്ന് വിളിച്ചാലും ഇല്ല, മറ്റൊന്നിനുമില്ല. അങ്ങനെയെങ്കിൽ അപ്പനെ ഹൃദയം തുറന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ചത് യേശുവിൻ്റെ രക്തം മുഖാന്തരം നമുക്ക് കിട്ടിയ വീണ്ടെടുപ്പ് മുതലാണ്.
ആ വീണ്ടെടുപ്പിൻ പദ്ധതിക്ക് പുറത്ത് ഒരാളെങ്കിലും ഇന്നുണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ സാധിക്കും? അപ്പോൾ ദൂതഗണങ്ങൾ ഒരു പറ്റം ഇങ്ങനെ ആരാധിക്കുമ്പോൾ വളരെ പൗരാണികമായ മറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഇതിലൊരു വട്ടം ദൂതഗണങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ഒരു പരോക്ഷ ഭാഷയിൽ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. തെറ്റിക്കാതെ വായിക്കണം. യെസയ്ക്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. യെസയ്ക്കേൽ 28:11 മുതൽ. യഹോവയുടെ ഉണ്ടായിരുന്ന മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് വിലാപമുണ്ടെങ്കിൽ അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയായും നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യപൂർണ്ണനും തന്നെ. ദൂതനെപ്പറ്റി ഒരു പരോക്ഷ ഭാഷയിൽ ഒരു രാജാവിനെ അക്ഷരാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ച് സോർ രാജാവിനെ കുറിച്ച് പറയും പോലെ പ്രവാചകൻ ആത്മാവിൽ മുഴുകുന്നു ഒരു ചരിത്രം. അല്ലയോ മാതൃകാമുദ്രയായിരുന്നവനെ, ജ്ഞാനസമ്പൂർണനായിരുന്നവനെ, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. പിന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമരമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങൾ കൊണ്ട് നിന്നെ മൂടിയിരുന്നു. 12 വിധത്തിലധികം രത്നങ്ങളെ കൊണ്ട് നിന്നെ മൂടിയിരുന്നു. പിന്നെ നിന്റെ തീർപ്പനാളിൽ നിന്നുള്ള തടങ്ങളുടെയും കുടവല്ല ചങ്ങാതി, കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായി നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. എനിക്ക് ഈ ദൂതനെ പറ്റിയാണിതെന്ന് തോന്നുന്നത്. ഈ കെരൂബെന്ന് പറയുമ്പോഴാണ്, ഏതായാലും സോർപ്രഭു കെരൂബല്ലല്ലോ, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ബ്രദർ വായിച്ച ഭാഗത്ത് അദ്ദേഹത്തിന് മാത്രമല്ല പരിഭാഷപ്പെടുത്തിയവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെന്തിനാ നമ്മുടെ കാര്യം പറയുന്നത്? പറയാം. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു എന്നല്ല ശരി പരിഭാഷ. തടവും കൂടുമൊന്നുമല്ല. നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും പൈപ്പുകളുടെയും പണി, ദൈ ഹാർപ്പ് ആൻഡ് പൈപ്പ് മെയ്ഡ് ഔട്ട് ഓഫ് ഗോഡ്, നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും സുഷിരവാദ്യങ്ങളുടെയും ഒക്കെ പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എന്ന് വച്ചാൽ ഇവ മനോഹര സുഷിരവാദ്യങ്ങൾ, നാദസ്വരങ്ങൾ ഒക്കെ മീട്ടി ചിറക് വിടർത്തി മറച്ചുകൊണ്ട് പാടും. ആ പാട്ടിൻ്റെ മനോഹാരിതയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചിങ്ങനെ ചേരും. ആ ലയന സുഖത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹാത്മ്യം ഒരുപറ്റം ദൂതഗണങ്ങൾ പരിശുദ്ധരെന്ന് വാഴ്ത്തുമ്പോൾ, സൃഷ്ടിയെപ്പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് മുഴു പ്രപഞ്ചവും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പാടുമ്പോൾ, ഇതാ ഹൃദയകാരിയായ മനോഹര സംഗീതം ഇതായിരുന്നു അന്ന് നടന്നിരുന്നതെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. താഴ്ത്തു വായിക്കാം. കണ്ടിന്യൂ ചെയ്തട്ടെ. അതെ, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാണ്,
ഞാൻ നിന്റെ വിശുദ്ധ വേദപർവ്വതത്തിൽ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ആ നീ അഗ്നിമയരഥങ്ങളോട് അങ്ങനല്ല ചങ്ങാതി, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നീ സഞ്ചരിച്ചു പോന്നു. പിന്നെ ആള് ഡീസൻ്റ് ആയിരുന്നു. എവിടെ വരാ? നിക്ക് എങ്ങനെയും വായിച്ചങ്ങ് തീർക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വായിക്കാതെ സംഗതി ഇച്ചിരി കട്ടിയാന്ന് എനിക്കറിയാം. ആദ്യം കുഴപ്പമില്ല. ഞാൻ വർഷങ്ങൾക്കപ്പുറത്തൊരു കല്യാണം നടത്തി. അത് കള്ളമല്ലെന്നറിയിക്കാൻ വേണ്ടി അതേപ്പറ്റി അറിവുള്ളൊരു കൂട്ടുകാരൻ എൻ്റെ കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പാസ്റ്റർക്ക് എന്തെങ്കിലും ഒരു റോള് കൊടുത്തേ പറ്റൂ. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കല്യാണമാണ്. ഒടുക്കം അദ്ദേഹം നിർബന്ധം പിടിച്ച് 45 സങ്കീർത്തനം വായിക്കണം. 45 സങ്കീർത്തനം വായിക്കുമ്പോൾ പറഞ്ഞു, നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു. വളരെ മനോഹരമായിട്ട് നല്ല പാട്ട് പാടുന്ന പോലെ, നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു. എന്ത് ചെയ്യാം? അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും വായിച്ചതിലെ പ്രശ്നമല്ല, ഈ കട്ടി ഭാഗങ്ങളാണ്. നമുക്കങ്ങനെ നിരന്തരം ബന്ധമില്ലാത്ത ചില ഭാഗമാണ്. ശ്രദ്ധിക്കണം. അവിടെ പറയുക, നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു. ഞാൻ പരിഭാഷ തിരുത്തി, നിന്നെ രൂപീകരിച്ച നാളിൽ, നിന്നെ ഉത്ഭവിപ്പിച്ച നാളിൽ നിന്നിലുള്ള ആ നാദസ്വരങ്ങളുടെയും അതുപോലെ സുഷിരവാദ്യങ്ങളുടെയും പണി സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. പക്ഷേ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ നിന്റെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ഈ പുള്ളി ഒത്തിരി ഇത്രയൊക്കെ ചെയ്തപ്പോ മനസ്സിൽ വല്ലാത്ത നിഗളം, അഹന്ത പെരുകി. അഹന്തയുടെ ചെറിയ ബോധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് പെരുകിക്കൊണ്ടിരിക്കും. താഴ്മ പെരുകില്ല, ആഹന്ത പെരുകി 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 വർദ്ധിച്ച് അഹന്ത കൊണ്ട് അവൻ തമ്പുരാനെ നോക്കുമ്പോൾ ഒരു കാഴ്ച. ദൈവസിംഹാസനത്തിൽ ഞാൻ പറഞ്ഞു, പരിശുദ്ധൻ. മക്കളെ സംസാരിക്കാതിരിക്കണം, ആകെ പ്രതിസന്ധി. ആ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങല്ല. അപ്പോൾ മക്കളോടാ പറഞ്ഞ ഇപ്പുറത്തിരിക്കുന്ന ആ ചങ്ങാതി, ഇനി നീ സംസാരിച്ചാൽ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ കല്യാണം ഞാൻ നടത്തും. ഇതാ അങ്കിൾ ചെയ്യുന്ന ശിക്ഷ. കാരണം ചില ആളുകൾക്ക് ജീവപര്യന്തം തടവ് കൊടുക്കാൻ ഉള്ളവരാ, അതിന് പകരം നമ്മൾ അവരെ അങ്ങ് കെട്ടിക്കുന്ന. അനുഭവിച്ചു നോക്കണം, അറിയാം ചിലത്. മനസ്സിലായോ? ഈ ഷിനുവൊക്കെ അത്ര ഭാഗ്യവന്മാരാ. മനസ്സിലായില്ലേ? അത് ഷിനുവിനറിയാം, പണ്ടേ വെളിപ്പാടുള്ള പയ്യനായിരിക്കുന്നേ. മനസ്സിലായില്ലേ? ഇതാ ഞാൻ പറഞ്ഞ ദൂത് വരുമെന്ന്. ബിജുവിനൊന്നും അറിയില്ലത്. അതുകൊണ്ട് പറ്റിയ ജോൺലി കുറച്ചാളൊക്കെ പിടിച്ചു തിന്നു. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നേ, ഇനിയും മക്കള് കുസൃതി കാണിക്കല്ലേ. ഇതാ ശിക്ഷ. അതിനാങ്കിൽ ഈ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്നേ കല്യാണം നടത്താൻ. എനിക്കറിയാം നീ ഇങ്ങനെ വരുമെന്ന്. ഇന്ന് രാത്രി മകളെ, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. നിന്നോട് സംസാരിക്കുന്നവൻ ഞാനെന്നറിഞ്ഞുകൊള്ളൂ മകളെ. മകൾക്ക് മനസ്സിലായോ? സാറാമേ എന്നല്ല പേര്. അത് മതി ഇനി നിനക്ക്. കിടക്കട്ടെ, ശ്രദ്ധിച്ചിരി. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ അന്തരംഗം സാഹസം കൊണ്ട് നിറഞ്ഞു ഇവരുടെ. അപ്പോൾ ഇവറ്റകൾ ഈ ദൈവമുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, സാന്നിധ്യത്തിലേക്ക്. മറ്റൊരന്തരം പാടുക, പിതാവിനെ നോക്കി പരിശുദ്ധൻ, പുത്രനെ നോക്കി പരിശുദ്ധൻ, പരിശുദ്ധാത്മാവിനെ നോക്കി പരിശുദ്ധൻ. ഇതാ ഹീബ്രു വേർഡ് കൂദാശ. ഈ പദമൊക്കെ അങ്ങനെ വരുന്ന കദോഷ്. അല്ലയോ പിതാവേ, അങ്ങേക്ക് മഹത്വം. ഇതിങ്ങനെ കരേറ്റി കരേറ്റി വരുമ്പോൾ നമ്മുടെ മറ്റേ പുള്ളികളുണ്ടല്ലോ, ആ പാടുന്ന കക്ഷികൾ, ഇവന്മാർ നോക്കുമ്പോഴേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കാരണം ദൈവം സ്നേഹമാണ്, സ്നേഹം നിത്യമാണ്. സ്നേഹം നിത്യമായിരിക്കണമെങ്കിൽ ദൈവം സ്നേഹിക്കണം. ആരെ? പിതാവ് പുത്രനെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ. പുത്രൻ പിതാവിനെ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ അവർ തുല്യരായിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ ചിന്തിച്ചതാ നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന സ്വർഗത്തിൽ കയറും. അതിൻ്റെ താഴത്തെ ലെയറിലയന്മാർ, ഞാൻ എൻ്റെ സിംഹാസനം അത്യുന്നതന്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ഞാൻ ദൈവത്തോട് സമനാകും എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞത്. എന്താ മനസ്സിലായി? ഹൃദയത്തിൽ പറഞ്ഞതും ഒപ്പിയെടുത്ത് കൃത്യമളവോളം പ്രസിദ്ധം ചെയ്യാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് മഹാദൈവമാണ്. അവൻ തന്റെ പ്രവാചകന് ആലോചന കൊടുത്തിട്ട് ആ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ എന്നത്രേ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നിട്ട് യെശയ്യാവിനെ മറ്റൊരു ദൃശ്യം കാട്ടിക്കൊടുത്തു. വെട്ടേറ്റ് നിലത്ത് വീണ് പിടയുന്ന ഈ മനുഷ്യൻ, ഈ ശക്തിയെ കണ്ടു. അതിനെ നോക്കി യെശയ്യാവ് തലയിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുക, ഓ ലൂസിഫർ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നു വീണു? നീ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? കാരണം ഇത്രയും വലിയ പുള്ളിക്ക് ഈ വെട്ടെങ്ങനെ കിട്ടിയെന്ന് യെശയ്യാവ് അമ്പരന്നു പോയി. ഇനിയാണ് നമ്മുടെ സ്വോത്രയാഴ്ചയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ഇട്ട് തന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. ഈ വെട്ടി ഇട്ടത് ലൂസിഫറിനെയാണല്ലോ. വെട്ടേറ്റവൻ വീണു, അധമപാതാളത്തിൽ അവന് കിടക്ക വിരിച്ചു എന്നൊക്കെ താഴെ കിടക്കുക. ഞാനിനി ഒന്നും വായിപ്പിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ്. വെട്ടിയവൻ താഴെ കിടക്കുക. യെശയ്യാവ് വീണ്ടും കരയും. വായിച്ചാൽ അതാ വിഷയം. ഞാനിത് എഴുതിപ്പോയല്ലോ എന്ന് ഓർത്തതുകൊണ്ട് പോട്ടെ. അപ്പോൾ വെട്ടേറ്റ് നിലത്തു വീണു. അപ്പൊ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, വെട്ടേറ്റവനെ നിലത്ത് വീഴ്ത്തിയെങ്കിൽ നമ്മളെല്ലാം കൂടി ഇപ്പടി ശാസിക്കുന്ന ആരെയാ? അവനെ വെട്ടിയല്ലോ. നമ്മൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പിശാച് തിരിച്ചൊരു ചോദ്യം, എന്നതേ വെട്ടിയിട്ടേക്കുക, പിന്നെ ഞാനിനി അങ്ങോട്ട് പോകണം. ശരിയല്ലേ? ആഹാ, ഇപ്പോഴാ മനസ്സിലായത്. ഇവനെ വെട്ടിയിട്ടേക്കുന്നു. അത് നിസാര പുള്ളിയല്ല, വെട്ടി താഴെ ഇട്ടു. വെട്ടി താഴെ ഇട്ടെങ്കിൽ നമ്മൾ ശാസിക്കുന്ന ആരെയാ? ഇന്നവനുണ്ടോ? വെട്ടുകൊണ്ടല്ലോ. ഇനി നമ്മളെ വിട്. നമ്മുടെ കർത്താവിൻ്റെ അരികിൽ വന്ന് ഒരുത്തൻ പറയാം, നീ ഒന്ന് താഴോട്ട് ചാട്, കൈകളിൽ താങ്ങിക്കൊള്ളൂ എന്നല്ലേ പറഞ്ഞത്, ഒന്ന് ചാടൂ. ആ പുള്ളി ആരാ? വെട്ട് കിട്ടാത്ത ആളാണോ? ഇതാരാ കക്ഷി? ഒരു കാര്യം മനസ്സിലായി, സാത്താനെക്കുറിച്ച് നമ്മളിൽ പലരും ധരിച്ചു വെക്കുന്നത് വചനത്തോട് അത്ര പൊരുത്തപ്പെടുന്നില്ല. അപ്പം നാളെ മുതൽ നമ്മൾ ശാസിക്കേണ്ടെന്നാണോ? നമ്മൾ ശാസിക്കണമെന്നല്ല, ഇന്നെങ്ങനെ വത്സിച്ചോ അതുപോലെ വത്സിക്കണം, ഒരു കുഴപ്പമില്ല. സന്തോഷമുണ്ടോ? പിന്നെ ഇതേ ഉള്ളൂ, ഈ വെപ്പുകല്ല് വെച്ചവർ സൂക്ഷിച്ച് വത്സിക്കണം. ഞാൻ ഉത്തരവാദിയല്ലേ, ഉപദേശി പറഞ്ഞെന്നോർത്ത് നമ്മുടെ ആരോഗ്യം നോക്കിയേ ചെയ്യാവുള്ളൂ. ഏതായാലും ഒറ്റ ചോദ്യം ഇവിടെ വരുന്നു. വെട്ടേറ്റവൻ നിലത്ത് വീണെങ്കിൽ പിന്നെ നമ്മൾ ശാസിക്കുന്നത് ആരെ? പിന്നെ നൂടാടി സഞ്ചരിക്കുന്നവൻ ആര്? യോബിന്റെ പുസ്തകത്തിൽ കണ്ടവൻ ആര്? യേശുവിൻ്റെ അരികിൽ മരുഭൂമിയിൽ വന്ന് കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞവൻ ആര്? ദുരാത്മാക്കളായി അനവധി സഹോദരീ സഹോദരന്മാരുടെ ശരീരത്തിൽ ആവശിക്കുകയും കൃപയോടെ ദൈവവൃത്തന്മാർ ദുരീകരിക്കുകയും ചെയ്യുന്ന ആ ശക്തി ആര്? അറിയണ്ടേ? എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണ അധമപാതാളം പുൽകിയ പിശാചുക്കളുടെ ശല്യം
ഇന്നുണ്ടാകുന്നത്. അതിനുമ്പ് പിശാചിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ചുമ്മാ മനുഷ്യൻ പറയുന്നതാണ്. ഈ ഡിജിറ്റൽ യുഗത്തിലും പിശാച് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു 10-20 പേരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇനി ഇവിടെ ഒരാളുണ്ടെന്ന് വിചാരിച്ചു, അങ്ങനൊരു വിശ്വാസമൊന്നും എനിക്കില്ല. നമ്മൾ യോഗം കഴിഞ്ഞ് പിരിയുമ്പോൾ നടന്നാശാൻ പോകുന്നെന്ന് വിചാരിക്കുക. കുറേ ദൂരം കഴിഞ്ഞ ആൾ തനിച്ചായി. ഈ യാത്ര ഒരു 3 തവണയെങ്കിലും ആൾ തിരിഞ്ഞു നോക്കും. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഒരു ദിവസം ഇങ്ങനെ പോകും വഴിക്ക് എതിരെ ഉണ്ടൊരു മനുഷ്യൻ വരുന്നു. അപ്പോൾ ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എവിടേക്കാ? പുള്ളി വഴിയൊക്കെ പറഞ്ഞു, ഒരുമിച്ച് പോവാണ്. പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ മനുഷ്യർ ചുമ്മാ പറയുന്നത്, ഈ മരിച്ചു കഴിഞ്ഞ് ഏതാണ്ട് വിഷയമുണ്ടെന്നും പിശാചുക്കളുണ്ടെന്നും ഒക്കെ ചുമ്മാ പറയുന്നത്, ചേട്ടൻ്റെ അഭിപ്രായം എന്താ? പുള്ളി പറയും, ഞാൻ മരിച്ചിട്ട് 10-15 കൊല്ലമായി, എനിക്കിപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇത്തരം വിഷയങ്ങളെ ഇപ്പോൾ എനിക്ക് പിടികിട്ടുന്നില്ല, എന്തൊക്കെയാ സംഭാഷണമെന്നൊന്നും. ഒരു കഥയാ, നടന്നതല്ല. മരിച്ചവൻ പിശാചായി വരുമെന്ന് ബൈബിളിൽ ഒരു പഠിപ്പിക്കലുമില്ല. സമയ പരിധി കൊണ്ട് പിന്നെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറയേണ്ടത് ഞാൻ ഒഴിവാക്കുന്നു. കാരണം നമ്മുടെ വിഷയം അതുമല്ല. ആദ്യം ഈ വിഷയമൊന്ന് ഗ്രഹിക്കാൻ നമുക്കെന്താണ് ഈ പിശാച് എന്നൊന്ന് മനസ്സിലാക്കണം. ആദ്യം വെള്ളത്തിനല്ലൊരു പ്രാണി. കുറച്ച് നാളായിട്ട് ഞാൻ വെജിറ്റേറിയനാണ്, അല്ലെങ്കിൽ ഇതങ്ങ് വിഴുങ്ങിയുള്ളായിരുന്നു. ചെറിയ അസുഖമൊക്കെ വന്ന ശേഷം വെജിറ്റബിൾ ഫുഡ് മാത്രം ഇപ്പോൾ കഴിയുന്നു. പഴയ രീതിക്കാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ കുടിച്ച് ഇതങ്ങ് അകത്താക്കുകയുള്ളതാണ്. അപ്പോൾ ഈ പിശാച് എന്നൊരു പദം പഴയ നിയമം മുഴുവൻ വായിച്ചാൽ കാണാനാവില്ല. അങ്ങനൊരു പദം ഇല്ല. നമ്മുടെയൊക്കെ പിശാചിനെ പറ്റിയുള്ള സങ്കല്പം ഒത്തിരി മാറി. അപ്പോൾ പിന്നെ സാത്താൻ എന്ന പദമുണ്ടോ? ഉണ്ട്. പക്ഷെ ഉൽപ്പത്തിയിലെങ്ങും സാത്താൻ എന്നില്ല, പുറപ്പാടിലുമില്ല, ലേവ്യ പുസ്തകത്തിലുമില്ല. ഉൽപ്പത്തിയിലില്ല, പുറപ്പാടിലില്ല, ലേവ്യ പുസ്തകത്തിലില്ല. ആര്? സാത്താൻ, പിശാച്, ഈ പദങ്ങളില്ല. പിശാച് എന്ന പദം ബൈബിളിൽ ആദ്യം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 4:1. അതിന് മുമ്പില്ല. പഴയ നിയമത്തിൽ സാത്താൻ എന്നുണ്ട്. ആദ്യം കാണുന്ന റെഫറൻസ് ഞാൻ നിങ്ങളോട് പറയാം, പക്ഷെ ഇപ്പം നിങ്ങൾ വായിച്ചാൽ അതിൽ കാണത്തില്ല. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ് സാത്താൻ എന്ന് ഹീബ്രു ബൈബിളിൽ കിടക്കുന്നത്. മലയാളത്തിലില്ല. പകരം പ്രതിയോഗി എന്നൊരു പദമാണ്. അവിടെയും പ്രശ്നം, ഈ പ്രതിയോഗി എന്ന് വിളിക്കുന്ന പദത്തിന് തത്തുല്യമായി ഹീബ്രുവിൽ സാത്താൻ എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ ഒരു നല്ല ദൂതനെ പറ്റിയ, ആരാന്നും പറയാം. യഹോവയുടെ ദൂതൻ ബിലയാമിന്റെ മുമ്പിൽ പ്രതിയോഗിയായി നിന്നു. ഹീബ്രുവിൽ കിടക്കുന്നു സാത്താനായി നിന്നു. അങ്ങനെ ദൂതൻ സാത്താനാകുന്നത് പറയാം. സാത്താൻ എന്നൊരാളുടെ പേരല്ല. സാത്താൻ എന്ന പദം മലയാളം അല്ല കേട്ടോ, ഹീബ്രുവാ, എബ്രായ. മലയാളത്തിലും അങ്ങനെ തന്നെ പറയുന്നതേ ഉള്ളൂ. സാത്താൻ എന്നതൊരാളുടെ പേരല്ല. ആ പദത്തിന് ഇത്രയും അർത്ഥമുള്ളൂ, തടസ്സം നിൽക്കുന്നവൻ, എതിരേ നിൽക്കുന്നവൻ. ഇതാദ്യം നല്ല അർത്ഥത്തിൽ ഭാഷയിൽ പ്രയോഗിച്ചൊരു പദമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഇതൊരുത്തൻ്റെ സ്ഥിരം പണിയായപ്പോൾ അവൻ ഈ പേരങ്ങ് പതിച്ചു കൊടുത്തു, സാത്താൻ. നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവൻ ആയി അവൻ.
നിയമം മുഴുവൻ പരതിയാൽ സാത്താൻ എന്നൊരു ശക്തിയെ ആരും കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. കൊച്ചവന് ക്യാമറ തള്ളിയിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അല്ല, കുഞ്ഞുങ്ങൾ കളിച്ചോട്ടെ, ഞാൻ ആരെയും വഴക്ക് പറയുന്നൊരു ടൈപ്പല്ല. നമുക്ക് മനസ്സിലായല്ലോ. ആ കുഞ്ഞവിടെ ശാന്തമായി കളിക്കുക. പക്ഷേ ക്യാമറ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പം എല്ലാം ക്യാമറ ഉള്ളതാ പ്രശ്നം. അപ്പോൾ ഈ സാത്താൻ എന്ന ശക്തിയെ പഴയ നിയമത്തിലെങ്ങും ആരും ശാസിച്ചു വിട്ടിട്ടുമില്ല, ആരും വിട്ടിട്ടില്ല. അതിൻ്റെ ഒരു അപവാദം, ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നു. ദാവീദ് പാട്ട് പാടിയപ്പോൾ അതങ്ങ് പാടി. പാട്ട് നിർത്തിയപ്പോൾ വീണ്ടും വരും, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് വീണ്ടും വരും. ഭൂതങ്ങളെ പുറത്താക്കിയ ഒരു വർത്തമാനവും പഴയ നിയമത്തിലില്ല. ഭൂതങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പുതിയ നിയമത്തിലുണ്ട്. ഭൂതങ്ങൾ പുറത്തായി. നിയോഗം കൊടുത്തയച്ച ശിഷ്യഗണങ്ങൾ പിശാചുക്കളെ ശാസിച്ച് ഭൂതങ്ങളെ പുറത്താക്കി തിരികെ വരുമ്പോൾ ഒരു റിപ്പോർട്ട് പറയാ, ഗുരു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞ അത് ഗൗരവത്തിലെടുക്കാനൊന്നുമില്ല. നീ കിടന്ന് സന്തോഷിക്കണ്ട. സന്തോഷിക്കാനുള്ളത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ പേരെഴുതി കാണുന്നതിൽ സന്തോഷിക്കണം. സ്തോത്രം. നമ്മളിപ്പോഴും ഭൂതം കീഴടങ്ങുന്നില്ല, ഇപ്പോഴും സന്തോഷിക്കുന്നത്. എന്നോടൊരാൾ പറഞ്ഞു, പണ്ടൊക്കെ ആണെങ്കിൽ യോഗങ്ങളിൽ ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു, ഇത്തിരി ശുശ്രൂഷ നടക്കുമായിരുന്നു. ഈയിടയ്ക്ക് ഒരു ഭൂതം വിട്ടുപോകുന്നത് കണ്ടു, ബാക്കിക്കൊന്നും ഒരു മാറ്റവും ഇല്ലെന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. മനസ്സിലായില്ലേ? ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യുന്നു, ഭൂതം ഇല്ലാതെ എന്തോ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഭാഗമാണ് കറക്റ്റ്. എന്തെന്നാ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, വീണ്ടും മരണം പ്രാപിച്ചപ്പോൾ പേരവിടെ റെക്കോർഡ് ചെയ്തു. അതോർത്ത് സന്തോഷിക്കണമെന്ന്. പിന്നെ ഒരു മർമ്മമുണ്ട് മക്കളെ, കർത്താവ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വ്യക്തമാക്കുക. എന്താ പഴയ നിയമഭക്തനെ, ദാവീദിന്, അബ്രഹാമിന്, ഇസഹാക്കിന്, യാക്കോബിന് ഒന്നും കീഴടങ്ങാത്ത പിശാചുക്കൾ നിന്റെ ദുർബല ശബ്ദത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ കാരണമെന്നറിയാമോ? അറിയാം, ഞാനിവിടെ ഉണ്ടെന്ന്. അവയ്ക്ക് നിൽക്കാനാവില്ലെന്ന് അവ പഠിച്ചു. ഇനിയും വ്യക്തമായില്ലല്ലേ? പറയാം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അതുകൊണ്ടാണ് നമുക്കിന്ന് ഭൂതത്തെ വിടാൻ പറ്റുന്നത്. മനുഷ്യപുത്രൻ വന്നെന്ന് പിശാചിനെ ശാസിക്കാൻ. അതാ കാര്യം. വ്യക്തത വന്നോ? എന്നിട്ടും പിശാചെന്തെന്ന് കാര്യമായിട്ട് നമുക്കറിയില്ല, ഒരു പിടിയില്ല. ഇതാരാ? നമ്മൾ ഓരോ രൂപവും ഭാവമൊക്കെ പറയും. നമ്മളൊരു മാലാകയെ വരയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ പിശാചിനെ വരയ്ക്കാൻ പറഞ്ഞ് പേപ്പർ തന്നാൽ നമ്മളൊരു വര വരച്ചാൽ അത് കറക്റ്റാണ്. അതിന് ചിത്രകാരനാകണമെന്നൊന്നുമില്ല. ആർക്ക് നോക്കിയാലും പിശാചിനെ വരയ്ക്കാം. അങ്ങനെയാണ്. അത് അവൻ്റെ രൂപം. അവനിച്ചിരി വിവരമുണ്ട്. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് എന്ന് പറഞ്ഞ എന്താ, ഈ ഫലം തിന്നുന്ന നാളിൽ ആരെപ്പോലെ ആകും? ദൈവത്തെ പോലെ. എന്നാൽ പിന്നെ പിശാച് പറഞ്ഞോ, നീ ഇത് തിന്നാൽ എന്നെ പോലെ ആകുമെന്ന് പറഞ്ഞോ? അവന് തന്നെ അറിയാവും, മെനകെട്ടവനാ, പറഞ്ഞ ആകർഷണം വരികയില്ലെന്ന്. അത്ര വിവരം അവനുണ്ട്. പിടിയിട്ടോ? ഇന്ന് തലമുടി വെട്ടുന്ന പയ്യൻ, അവിടെ ഇരിക്കുന്ന തമിഴൻ ചെല്ലുന്ന പിള്ളേരോടെല്ലാം പറയുന്നത്, നിന്നെ ഞാൻ മുടി വെട്ടി ഒരു ഹിന്ദി നടനെ പോലെ ആക്കാവുന്ന. പാവൻ ചെറുക്കനോടെ പോയി നിൽക്കുക, ഇവനെ നെബൂഖദ്നേസറിനെ പോലെ ആക്കി വിടുക. എൻ്റെ വീക്ഷണത്തിൽ ആദ്യത്തെ ഫ്രീക്കൻ നെബൂഖദ്നേസറായിരുന്നു. ബൈബിളിലുണ്ട്. എന്തെന്നാ, വിരളൊക്കെ നീണ്ട് തലമുടിയൊക്കെ വളർന്നു പശുവിനെ പോലെ പുല്ല് തിന്നാറായെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ അത് ചെയ്യുന്നില്ലല്ലോ. അത് പശു ജീവിച്ചോട്ടെ എന്നുള്ളൊരു വിശാലത കണ്ടാ പോട്ടെ. ഏതായാലും മറ്റൊരാളെ പോലെയാക്കാം സാത്താൻ്റെ തന്ത്രം. എന്നിട്ടും സാത്താനെ മനസ്സിലാകുന്നില്ല. പഴയ നിയമത്തിൽ അവൻ പാമ്പ്, പുതിയ നിയമത്തിൽ അവനെ വിളിച്ച് പിശാച്. പക്ഷേ വിട്ടില്ല.
യേശുവിൻ്റെ ഓരം ചാരിക്കിടന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു, യോഹന്നാൻ. ആത്മീയ മർമ്മങ്ങളുടെ ആഴമറിഞ്ഞറിഞ്ഞ് യേശുവിനൊപ്പം പഠിച്ചു വരുന്ന കാലത്ത് ഒരു ദിവസം കർത്താവ് അവനെ പഠിപ്പിച്ചു എന്താണ് സാത്താൻ. അന്നാണ് സാത്താനെ നമുക്കും മനസ്സിലായത്. സാത്താൻ ഒരാളല്ല, അവനിൽ മൃഗം, അവനിൽ ലൂസിഫർ എന്ന മഹാസർപ്പമുണ്ട്, അവനിൽ മൃഗം എന്ന എതിർക്രിസ്തുവുണ്ട്, അവനിൽ കള്ളപ്രവാചകൻ എന്ന മൂന്നാമതൊരു ശക്തിയുണ്ട്. ഈ മൂന്ന് ശക്തികൾ ചെയ്യുന്നത് ലൂസിഫർ പിതാവായ ദൈവത്തെ അനുകരിക്കുന്നു. ഞാൻ അത്യുന്നതനോട് സമനാകും, എന്റെ സിംഹാസനം അവിടെ വെക്കും, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ എന്റെ സിംഹാസനം വെക്കും. അത്യുന്നതനോട് സമനാകാൻ ശ്രമിക്കുന്ന ലൂസിഫർ, യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന എതിർക്രിസ്തു, പരിശുദ്ധാത്മാവിനെ അനുകരിക്കാൻ ശ്രമിച്ച് തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന വ്യാജപ്രവാചകൻ. ഈ മൂന്ന് ശക്തികളുടെ സങ്കലനമാണ് പിശാച്. അവയ്ക്ക് ഒറ്റയ്ക്ക് പ്രവൃത്തിയുണ്ട്, വേറിട്ട പ്രവൃത്തിയുണ്ട്. വരാനിരിക്കുന്ന ഒരു കാലഘട്ടം അവ നിറഞ്ഞാടാൻ പോകുക, അവ അഴിഞ്ഞാടാൻ പോകുക. അവയ്ക്ക് ആവശ്യമായ വിധത്തിൽ ലോകം പ്രശ്നകലുഷിതമായ ഒരു പശ്ചാത്തലം സംജാതമാക്കിയിരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രി സർവശക്തനെ പാടിസ്തുതിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഈ 34ാമത് കൺവെൻഷൻ ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. എന്താണ് പിശാചെന്ന് മനസ്സിലായി. പിശാചും സാത്താനുമായ പഴയ പാമ്പ്. തീർന്നില്ല. ഇനി നമ്മൾ വായിച്ചറിഞ്ഞൊരു ഭാഗം നടന്ന സംഭവമല്ല. ഏത്? അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടറ്റു നിലത്ത് വീണത് എങ്ങനെ? ഈ വെട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ അവനെ വെട്ടിയിട്ടില്ലെന്ന്, സ്ഥാനം തെറിപ്പിച്ച് വിട്ടതേ ഉള്ളൂ. ഇങ്ങനെ കടക്കരുത്, പോ. എന്താ തെളിവ്? ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നു. പിശാചും അവരുടെ കൂടെ ചെന്നു. സാത്താൻ ദൂതഗണങ്ങൾ നിൽക്കുന്ന ഇടം വരെ വരാം. മുഴു ലോകവും അവന്റെ അധീനതയിൽ കിടക്കുന്നു. ഇന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ വെട്ടിന്ന് പറഞ്ഞതോ കള്ളം പറഞ്ഞാണോ? യെശയ്യാവിനെ പോലൊരു പ്രവാചകൻ കള്ളം പറയില്ല. അപ്പൊ പിന്നെ നടന്നില്ലെന്ന് പറഞ്ഞതോ? പറയാം. നടക്കാനിരിക്കും ആർക്കെങ്കിലും എന്നോട് കരുണയുണ്ടെങ്കിൽ യെശയ്യാ 14:10 മര്യാദയ്ക്കൊന്ന് വായിക്കാൻ റെഡിയാക്കി വെച്ചോണം. സമയം തന്നിരിക്കുക, മുഴുവൻ വായിച്ച് റെഡി. അവരൊക്കെ നിന്നോടും നിൽക്ക്. ഈ വെട്ടേറ്റ് വീണു എന്നാണ് കഴിഞ്ഞു പോയതാണെങ്കിൽ ഈ പറയുന്നത് എങ്ങനെ നടക്കും? പറഞ്ഞു വായിച്ചേ. അവരൊക്കെയും നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ? നിൽക്ക്. ഈ വെട്ടി താഴെ വീണവനെ കണ്ടിട്ട് ഒരുപറ്റം കക്ഷികൾ പറയാ, നീ ഞങ്ങളെ പോലായോ? ആരായി ഞങ്ങള്? അപ്പൊ ഇവന് മുമ്പ് ആരാണ്ട് പോയോ? വീണോ? ലൂസിഫറിനെ വെട്ടി താഴെ ഇട്ടെങ്കിൽ ഇവിടെ രണ്ടുപേർ ചിലര് പറയുക, അല്ലയോ അരുണോദയ പുത്രനായ ശുക്ര, നീയും ഞങ്ങളെ പോലെയായോ? പിന്നെ നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ? പിന്നെ എന്ന് പറയും. പിന്നെ നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് വീഴും. സംഭവിച്ചില്ല, വീഴും. ഫ്യൂച്ചർ ടെൻസ് വായിച്ചേ. നിന്നെ കാണുന്നവർ
നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അങ്ങനെയാണെങ്കിൽ വെട്ടിയിട്ടെങ്കിൽ ഇവൻ ഇടിച്ചു കളഞ്ഞ പട്ടണം ഏതാ? ഇവിടെ പറയുന്ന ഈ രാജാക്കന്മാരാരാ? ഏത് രാജാവുമായിട്ടാണ് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയത്? ആർക്ക് തുല്യനായി ഇവൻ തീരുമെന്നാ പറഞ്ഞ? നീ ഞങ്ങൾക്ക് തുല്യനായോ? അങ്ങനെയെങ്കിൽ വെട്ടേറ്റു വീണതിന് മുമ്പ് ആരാണ്ട് വീണോ? ചിന്താക്കുഴപ്പം കൂടി ഉത്തരം പറയാം. ഇത് നടന്ന പ്രവചനമല്ല, നടക്കാനിരിക്കുന്ന പ്രവചനമാണ്. എന്താ തെളിവ്? അങ്ങനെയെങ്കിൽ നീ എങ്ങനെ നിലത്തു വീണു ആകാശത്ത് നിന്ന്? അത് പാസ്റ്റൻസ് അല്ലേ? തീർച്ചയായും പാസ്റ്റൻസിൽ നടക്കാത്ത ചില കാര്യങ്ങൾ നടന്നതായി പറയുന്ന രീതി ബൈബിളിലുണ്ട്. തെളിവേണോ? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അന്ന് ശിശു ജനിച്ചില്ല, 700 കൊല്ലം കഴിഞ്ഞു. പിന്നെന്തിനാ പാസ്റ്റൻസിൽ പറഞ്ഞെന്നറിയണ്ടേ? ഈ പ്രവചന വിഷയത്തിൻ്റെ ഒരു ഉറപ്പ് സ്ഥിരീകരിക്കാൻ പാസ്റ്റൻസിൽ പറയുകയാണ്, നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? അതിൻ്റെ അർത്ഥം വെട്ടുകലെന്നല്ല. പറയാം, ഒരു വെട്ട് ഒരു ദിവസം ഇവനിട്ട് കിട്ടും. പറയാൻ പോവാ, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ആത്മമണ്ഡലത്തിൽ അവനുണ്ട്. ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന സകല ഇടത്തും ഇരുട്ടിന്റെ ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. രാഷ്ട്രീയ മണ്ഡലത്തിൽ അവ വ്യാപരിക്കുന്നുണ്ട്. അത് ആത്മീക നേതാക്കളിൽ വ്യാപരിക്കുന്നുണ്ട്. എന്താണ് ഛത്തീസ്ഗഡിലുമൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ഈ മക്കളുടെ പ്രാർത്ഥനാലയങ്ങൾക്കുള്ളിൽ കിടന്ന് അവരെ നിഷ്കരണം അടിച്ചു തകർത്ത് വിവസ്തരാക്കി ആക്ഷേപിക്കുന്ന, സുവിശേഷത്തിന് വിപരീതമായ നിയമങ്ങൾ കൊണ്ട് ലോകത്തെ കലുഷിതമാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ കാണുമ്പോൾ എതിർക്രിസ്തുക്കൾ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. ഈ ആത്മീയ മണ്ഡലത്തിലെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ചില കൺവെൻഷനൊക്കെ കണ്ടില്ലേ, 100 കൊല്ലം തികയുന്നതിൻ്റെ അന്ന് അല്ല പെരുക്കനാടി. എന്താ കാര്യം? അന്നും കൂടുതൽ നമ്മൾ വിശദീകരിക്കാന്നല്ലേ? പോട്ടെ. എന്താ ഈ സംഭവിക്കുന്നത്? ഈവിൾ സ്പിരിറ്റ്, പിശാചിൻ്റെ ശക്തി അകത്തും പുറത്തും ഒരുപോലെ വ്യാപിക്കുക. ദൈവമക്കൾ ഉണർന്നിരുന്നു കൊള്ളണം. ആരെയും പരിഹസിക്കാൻ ഞാൻ പറഞ്ഞല്ല. കസേരമോഹം, അധികാരമോഹം, അതിനുവേണ്ടി എന്തും ചിലവഴിച്ച് പടവുകൾ ചവിട്ടിപ്പിടിച്ച് ഒരു സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ സകലതും മറന്ന് അർമാദിക്കുന്ന എത്രയെത്ര അനാത്മിക നേതാക്കൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അധാർമികതയ്ക്കെതിരെ ദൈവമക്കളുടെ പടപൊരുതൽ ആത്മീയമായ ജീവിതത്തിന്റെ ശക്തി കൊണ്ടാകണം, പ്രാർത്ഥന കൊണ്ടാകണം, ചെറുത്തു നിൽക്കണം. അധാർമികമായ ഈ മണ്ഡലത്തിൽ പിശാചുക്കൾ ആവശിക്കുമ്പോൾ ഭക്തൻ ഹൃദയത്തെ തുറന്ന് ഈ ശക്തികളെ കണ്ടിട്ട് വെട്ടണം, അവയെ തകർക്കണം. അവയെ ഒരു വിധത്തിലും നീക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ആത്മശക്തിയുടെ പ്രദർശനശാലകളായി ഓരോ സഭകളും മാറുമ്പോൾ ഇരുട്ടിന്റെ കൂടാരങ്ങൾ തകർന്നു വീഴും. ദൈവനാമം മഹിമപ്പെടും. ഹല്ലേലൂയ. പ്രിയരേ, ഈ ലോകം പതുക്കെ പോകാൻ തുടങ്ങുന്നത് പിശാചിൻ്റെ ഒരു ശരി പ്രത്യക്ഷതയിലേക്കാണ്. നമ്മൾ കാണാതിരുന്നവൻ ഒരു ഭരണാധികാരിയിൽ ആവസിക്കും. ഒരു ഭരണാധികാരി ഉലകത്തെ മുഴുവൻ ഭരിക്കും. ഇവിടെ മുതൽ ഒത്തിരി വിശദീകരിച്ചു പോകേണ്ടതാണ്. ഒരു ഭരണാധികാരിക്ക് കീഴിൽ ഈ പ്രപഞ്ചമരും അവനൊരു സാംഘിക ക്രമത്തിലൂടെ, ഒരു നമ്പറിലൂടെ 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വ്യവഹാര കർമ്മങ്ങൾ ആരംഭിക്കും. അങ്ങനെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന വചനം നിവൃത്തിയാകും. രഹസ്യങ്ങളില്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാകും. നിഗൂഢമായി ചെയ്യുന്ന പലതും വെളിപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. ഭീകരതയുടെ അത്തരം നാളുകൾക്കിനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. നോക്കി നിൽക്കേ പ്രപഞ്ചത്തിന്റെ ക്രമം മാറ്റുന്ന ഒരു ഏകാധിപതിക്ക് വേണ്ടി ഉലകം കാത്തിരിക്കുന്നു. ഞാൻ കണ്ടെത്തിയ അവൻ്റെ ഒരു ലക്ഷണം, അല്പം വിവാദമായാലും പറയാതിരിക്കാൻ ലക്ഷണം കഴിയില്ല.
എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, അപ്പുറത്തുനിന്ന് വരുന്നില്ല. ഞാൻ അവൻ്റെ ലക്ഷണം പറയാം. അവൻ്റെ സ്വഭാവം ദാനിയേൽ പ്രവാചകൻ പറയുക, അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. ആ ഏകാധിപതിയുടെ കാര്യം പറയുക, ഡിഫൻസിന് പണം മുടക്കുന്നു. കോട്ടകളുടെ ദേവനെ, മനസ്സിലായോ? കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ്റെ രാഷ്ട്രീയത്തിൽ ഡിഫൻസിന് പണം മുടക്കുന്നു, എന്നിട്ട് സ്വയം തകരുക. പാകിസ്ഥാനെയൊക്കെ കണ്ടില്ലേ? ഇന്ത്യ പോലൊരു രാജ്യത്തോട് നേരിടാൻ ആഹാരം പോലും പ്രജകൾക്ക് കൊടുക്കാതെ ആയുധം വാങ്ങിക്കൂട്ടി. അത് തിന്ന വിശപ്പ് മാറുമോ? മാറൂല. മനസ്സിലാക്കണം. അപ്പം ഡിഫൻസിന് പണം മുടക്കുക ലോകരാഷ്ട്രങ്ങൾ. ആരെ കൊല്ലാനാ? കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കുന്ന ഒരു സ്പിരിറ്റ് ഡിഫൻസിന് പണം മുടക്കും. അടുത്ത അപകടമുള്ള കാര്യം, അവൻ സ്ത്രീകളുടെ ഇഷ്ടദേവനെ കൂട്ടാക്കുകയില്ല. സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് അന്ന് പറയുന്നത് ഓരോ പേരില്ല, ഓരോ സ്ഥലത്ത് ഈ രതിദേവനെ കുറിച്ച് പറയുന്നത്. ലൈംഗികതയ്ക്ക് ദേവന്മാരുണ്ടായിരുന്നു അന്ന്. നമ്മുടെ നാട്ടിൽ ഓരോ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അതിന് ആ വകുപ്പ് മന്ത്രിമാരുള്ളതെങ്കിൽ ലൈംഗികതയ്ക്ക് വകുപ്പുണ്ടായിരുന്നു പണ്ട് ദേവന്മാർക്കിടയിൽ. അത്തരത്തിൽ മനുഷ്യനിൽ ലൈംഗികമായ ബോധം ജനിക്കുന്നത് കാമദേവൻ അസ്ത്രം കൊണ്ട് എയ്യുമ്പോഴാണെന്നാണ്. അരവിന്ദം, നവമാലിക, ചൂതം, പൊന്നശോകം എന്നൊക്കെ പറയുന്ന പൂക്കൾ കരിമ്പ് കൊണ്ടുള്ള ഒരു വില്ലിൽ കെട്ടി എയ്യുമ്പോൾ മനുഷ്യൻ കാമോദ്ദീപകനാകും എന്ന് ഭാരതീയമായ സങ്കല്പം. ഇതേ കാര്യം റോമക്കാർ വിശ്വസിച്ചു. അപ്പോളോ എന്നറിയപ്പെടുന്നൊരു ദേവനുണ്ട്. നമുക്കറിയാം, ഒരു ടയർ ഉണ്ടെന്നല്ലേ? അങ്ങനെ വിളിക്കാൻ തന്നെ കാരണം അവൻ്റെ ആരോഗ്യം, ശക്തി. അതിനാണ് അപ്പോളോ എന്ന ദേവൻ. ഇനി സ്ത്രീപക്ഷത്തും ഇങ്ങനെ ദേവതമാരുണ്ടായിരുന്നു. അഫ്രോഡിറ്റസ്, വേണ്ട, നമ്മുടെ എഫസോസിലെ അർത്തമിസ്, ദ ഗോഡ് ഓഫ് സെക്സ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പറഞ്ഞതേ, ഞാനത് വൾഗറായി വിശദീകരിക്കാനൊന്നുമല്ല, എൻ്റെ ശീലവും അതല്ല. ഞാനൊന്ന് പറഞ്ഞു നിർത്താം, ശ്രദ്ധിച്ചോ. ദൈവം അനുവദിച്ച സ്വാഭാവിക ലൈംഗികത ഒരനുഗ്രഹമായി ചിന്തിക്കുന്നവരാണ് വേദപുസ്തകത്തിൻ്റെ വക്താക്കൾ. ദാമ്പത്യ ജീവിതത്തിനകത്ത്, അതിന് പുറത്ത് തെറ്റുമായി പറയുന്നത് നമ്മളാണ്. അതിനകത്തെ സ്വാഭാവിക ബന്ധം അതാണ് യഥാർത്ഥത്തിൽ ദൈവം നിശ്ചയിച്ചതെങ്കിൽ സ്ത്രീകളുടെ ഇഷ്ടദേവനെ, നാച്ചുറൽ സെക്സിനെ അംഗീകരിക്കാത്ത ഒരുത്തൻ എഴുന്നേക്കുമെന്ന് എന്ന് വെച്ചാൽ ഇനി വരുന്ന എതിർ ക്രിസ്തു എന്ന് പറഞ്ഞവൻ ഹോമോസെക്സ്വൽ ആകുമെന്ന്. പിടിയോ? ആൾ ലെസ്ബിയൻ, ആൾ ഗേ, ഇതൊക്കെ ആകുന്നു. നിങ്ങൾ സംശയിക്കണ്ട. താമസം വിന ഇത്തരം കക്ഷികൾ നമ്മുടെ ചർച്ചിൽ അംഗത്വമെടുത്തു വരും. കോർട്ടിൽ പോയി ഫൈറ്റ് ചെയ്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ കോടതിയിൽ നിന്ന് അനുമതി പത്രം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരും. മനസ്സിലായോ? നിങ്ങളുടെ കൺമുമ്പിൽ അത് കണ്ടിട്ടേ നമ്മളൊക്കെ പോകൂ. ഫൈറ്റ് ചെയ്ത് മേടിക്കും. ഞങ്ങൾക്ക് പള്ളിയിൽ കിടക്കണം, ഞങ്ങളുടെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞ് പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം നടത്തുന്ന അവസ്ഥയിലേക്ക് ചർച്ചുകൾ മാറ്റപ്പെടും. എന്ന് കുറിച്ചിട്ടു ഞാൻ 10 കൊല്ലം മുമ്പൊക്കെ പ്രസംഗിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു കുഴപ്പമില്ലാതെ നിറവേറിയിട്ടുണ്ട്. ഇവിടെ കൺമുമ്പിൽ കാണാം. മ്ലേച്ഛത എങ്ങനെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് മനസ്സിലായോ? എങ്ങനെ വരുമെന്നായിരിക്കും അല്ലേ? പറയാം. ഇത്തരം ആളുകൾക്ക് ഈ ഒരു കാര്യം ഒഴിച്ചാൽ 100,000 ഗുണങ്ങളാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ലെസ്ബിയൻ താമസിക്കുക. നമ്മൾ പറയുക അവരായി അവരെ പാടായി, നമുക്കെന്താ കാര്യം? അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെ തന്നെയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ എതിരല്ല. അവരെ ഉപദ്രവിക്കാനും കല്ലെറിയാനും സദാചാര പോലീസ് കളിക്കാനൊന്നും നമുക്ക് അധികാരമില്ല. അവരുടെ സ്വാതന്ത്ര്യം. കുറേ കഴിഞ്ഞ് അവർ ഈ കൺവെൻഷന് വരുന്നു. അവർ നമ്മുടെ സംഘാടകരോട് ചോദിക്കും, ഞങ്ങളൊന്ന് വന്നോട്ടെ, നിങ്ങളുടെ ചർച്ചിൽ അടുത്ത ആഴ്ച ഞങ്ങളൊന്ന് വന്നോട്ടെ. ആരാ? പുരുഷനും പുരുഷനും കല്യാണം കഴിച്ച് 2 പേരെ, സ്ത്രീയും സ്ത്രീയും കല്യാണം കഴിച്ച് 2 പേരെ. സഭയിലെ ചിലർ പറയും അത് വേണ്ട. ചിലർ പറയും അവർ വരട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ അവർ ദൈവവചനം കേൾക്കുന്ന. പാപബോധം വരുമ്പോൾ അവരത് തിരുത്തും. പറഞ്ഞ് ഏതിനാ മുൻതൂക്കമെന്ന് അറിയണ്ടേ? രണ്ടാമത്തെ കക്ഷികൾക്ക്, ഉദാരമതികൾക്ക് അവർ വരും. അവരവിടെ വന്ന് അനങ്ങാതിരിക്കും, നല്ല സാമ്പത്തിക സഹായം ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ അവരിൽ ഒരാൾക്ക് പാടാനൊരവസരം. പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു നമുക്ക് അടുത്ത ക്യാമ്പിന് കൊണ്ടുപോകണമെന്ന്. മനസ്സിലായില്ലേ? എങ്ങനെയും മത്സരിച്ച് ജയിക്കണ്ടേ?
ഈ അധർമ്മമൂർത്തിയും കൊണ്ടുപോകും ക്യാമ്പിന്. അവൻ ക്യാമ്പിൽ ചെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ അവൻ്റെ സന്ദേശം വ്യാപരിപ്പിക്കും. അധർമ്മത്തിൻ്റെ മർമ്മം ഇതിനകത്ത് വിളയാടും. ദൈവമക്കൾ ഇന്ന് രാത്രി ജാഗ്രതയോടെ കാത്തിരിക്കണം. തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവവൈതങ്ങളും ഇത്തരം തിന്മകൾക്കെതിരെ നിലകൊള്ളണം. എന്നെ അപരിഷ്കൃതനായിട്ടൊക്കെ ആളുകൾ കണ്ടേക്കാം. ഏതായാലും പോട്ടെ. ഒത്തിരി വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം വൾഗറായി മാറും. അതിലെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വിടുന്നു. നമ്മൾ നിൽക്കുന്നൊരു പുൽപ്പിറ്റിൻ്റെ എത്തിക്സ് പരിശോധിച്ച് മാത്രമേ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഏതായാലും ഇതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ തിന്മയിലേക്ക് നയിക്കുന്ന ഈ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നവൻ്റെ പേരാ ശരിക്കും പറഞ്ഞാൽ ഈ ലൂസിഫർ. അവൻ്റെ ആത്മാവ് സന്നിവേശിച്ചിട്ട് യെശുക്രിസ്തു എന്നൊരു മനുഷ്യൻ കള്ളപ്രവാചകന്റെ പിന്തുണയോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് മനുഷ്യനെ വഴിതെറ്റിക്കും. എന്നാൽ ഒരു ദിവസം അവന് നമ്മുടെ കർത്താവിൻ്റെ ന്യായവിധി ഉണ്ടാകും. സമയക്കുറവുണ്ട്, അത് പറഞ്ഞു നിർത്താം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി യെശുക്രിസ്തു എന്ന് പറയുന്നവനെ തൻ്റെ വായിലെ ശ്വാസത്താൽ ഉമിണ്ണുകളയും. അവൻ തീർന്നു. യേശുക്രിസ്തുവിനോട് കൂടെ കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഗന്ധക തീപ്പൊയ്കയിലെറിയും. ലേക്ക് ഓഫ് ഫയർ. അവൻ അവിടെ 1000 കൊല്ലം കിടക്കും. മനസ്സിലായോ? പിടികിട്ടിയോ? അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കിക്കോ. ചെറിയ ചെറിയ പൊയ്കയെല്ലാം കൂടെ ഒഴുകി തീപ്പൊയ്കെ ചേരും. പൊയ്യെ പോകാതെ സൂക്ഷിച്ചോണം. മനസ്സിലായോ? ആ, പൊയ്കയെന്ന് കേട്ടലർത്തോളണം. അപ്പുറത്ത് വലിയൊരു തീപ്പൊയ്ക. മനസ്സിലായോ? ആ, എന്നെ വാക്കിനാൽ കുരുക്കാനൊന്നും നിങ്ങൾക്ക് പറ്റുകയില്ല. അപ്പൊ മനസ്സിലാക്കിക്കോ. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഇപ്പം ലൂസിഫറിന് എന്ത് ചെയ്യും? ചെയ്യാം. അവനെ പിടിച്ചേ അഗാധ കൂപത്തിലിട്ട് പൂട്ടി. അവൻ്റെ ശല്യമില്ല. എന്നിട്ട് ഭക്തന് വേണ്ടി 1000 ആണ്ട് വാഴ്ച. ഭക്തനും തൻ്റെ ദൈവത്തിനും തൻ്റെ ജനത്തിനും വേണ്ടി 1000 ആണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം, മില്ലേനിയം അഥവാ സഹസ്രാബ്ദം. ഏദനിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യജീവിതത്തിൻ്റെ ചൈതന്യം നമ്മിലേക്ക് തിരിച്ചു തന്ന് ആദം ഹവ്വമാർ ജീവിച്ച അനുഭവത്തെക്കാൾ തേജോമുഖമായി നമ്മുടെ കർത്താവിനോടുകൂടെ ജഗജീവിതം നയിക്കുന്ന 1000 വർഷത്തെ വാസം. പക്ഷേ 1000 വർഷത്തിൻ്റെ ദൈർഘ്യം നമുക്ക് തോന്നൂല. വചനം പറയാ 7 കൊല്ലം റാഹേലിന് വേണ്ടി സേവനമനുഷ്ഠിച്ചപ്പോൾ അവളോടുള്ള സ്നേഹം നിമിത്തം അതെത്രയും അല്പകാലമായി അവന് തോന്നി. 1000 ആണ്ട് നമുക്ക് അല്പകാലമാണ്. സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ യേശു കർത്താവ് ഭരണാധികാരിയായി ഉലകത്തെ ഭരിക്കുമ്പോൾ തൻ്റെ വിശുദ്ധ കാന്ത അവനൊപ്പം അവനോടുകൂടെ. ഞാനിത് ആലങ്കാരികമായി പറയാറുണ്ട്. എന്തിനാണ് 1000 ആണ്ട് വാഴ്ച? പറയാം. കോടാനുകോടികളുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ, സുന്ദരൻ, സുമുഖൻ. അയാള് ചെറ്റക്കുടിലെ നിർധനയായൊരു പെൺകുട്ടിയെ കണ്ടു, പ്രണയിച്ചു. വിവാഹവും നടന്നു. അവളുടെ കുറവല്ല അറിഞ്ഞ കെട്ടിയെ. വിവാഹം കഴിഞ്ഞ് കാന്തൻ്റെ ഭവനമൊക്കെ കാട്ടിക്കൊടുത്തു. ഇതെല്ലാം നിൻ്റെയാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും മനോഹാരിത, ആ സ്വർഗീയ ഭവനം കണ്ടവൾ. ഇതൊക്കെ ശരിയാണെങ്കിലും ഇവളോടുള്ള സ്നേഹം നിമിത്തം ഈ കാന്തൻ കാട്ടേണ്ട ഒരു മിനിമം മര്യാദ, അവളുടെ ചെറ്റക്കുടിലിൽ അവളോടുകൂടെ ഒരു ദിവസം വസിക്കണം. അങ്ങനെ നമ്മുടെ കൂടെ തൻ്റെ കാന്തയായ തിരുസഭയോടുകൂടെ അവളുടെ അക്ഷരാർത്ഥത്തിലെ വാസഗേഹമായ ഈ ഭൂമിയിൽ കാന്തൻ ഒരു ദിവസം വസിക്കുന്നതിൻ്റെ പേരാ 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് 1000 ആണ്ട് കഴിഞ്ഞിട്ട്
ഞാൻ സമയക്കുറവുകൊണ്ട് ഈ 1000 ആണ്ടങ്ങ് വിട്ടു. സാത്താന് തടവിൽ നിന്ന്, ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടും. മറ്റേ പുള്ളിയെ, മറ്റവരെന്ത് ചെയ്യേ? 2 പേര് തീപ്പൊയ്യയിൽ. ഇവനെവിടായിരുന്നു? അഗാധ കൂപത്തിൽ. ഇത് തുറന്ന് പുറത്തു വിടും. അവൻ 1000 ആണ്ട് വാഴ്ചയിൽ സഭയല്ലാത്ത ചിലരുണ്ട്, രക്ഷിത ഗണങ്ങൾ. അതെടുത്ത് പറയേണ്ടതാ. ഇവരിൽ ചിലരെ വീണ്ടും വശത്താക്കി യേശുക്രിസ്തുവിന്റെ പരമാധികാരത്തോട് കലഹിച്ചുകൊണ്ട് ഒടുക്കത്തെ യുദ്ധത്തിന് കൊപ്പുകൂട്ടാൻ അധികാരമോഹം വീണ്ടും വളർത്തി ജനങ്ങളുടെ ഇടയിലേക്ക് വരും. കർമ്മനിരതരായിരിക്കുന്ന, സുവിശേഷ വീക്ഷണമുള്ള, ആത്മാർത്ഥതയുള്ള എത്രയെത്ര കരുത്തന്മാരെ അധികാരമോഹത്തിൽ പിശാച് തോൽപ്പിച്ചു കളഞ്ഞു. നീ അതിലും കരുത്തനാകേണ്ടതാണ്. വിളിയും തിരഞ്ഞെടുപ്പും അതിശക്തമായി അതിലും കരുത്തുറ്റ മണ്ഡലങ്ങളിൽ ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടവനാ. നശിച്ചു പോകുന്ന, റിട്ടേൺ ചെയ്യേണ്ട ഒരു കസേരയ്ക്ക് വേണ്ടി അടിച്ചു തകരുന്ന എത്രയെത്ര ജന്മങ്ങൾ. പോട്ടെ. ഏതായാലും അധികാരമോഹത്തിൻ്റെ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ഒരു വലിയ സേനയെ യേശുവിനെതിരെ അണിനിരത്തുന്ന രംഗം ദാവീദ് ആത്മാവിൽ കണ്ടു. വർഷങ്ങൾക്കപ്പുറത്ത് പറയുക, ഭൂമിയിലെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. പിതാവ് ഈ രംഗം കാണുന്നുണ്ട്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ചു നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. യേശുവിനോടാകട്ടെ വിധേയത്വം, ക്ഷമ പറഞ്ഞുപേക്ഷിക്കാൻ, അധികാരമോഹത്തിന്റെ ആസക്തിയെ മുഴുവൻ വിട്ടിട്ട് പുത്രന്റെ പാദാന്തിയെ അടുത്തു വരാൻ. ഈ ആഹ്വാനം ആർ ചെവിക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. അതിന് പ്രേരക ശക്തിയായിരുന്ന ഈ പിശാചിനെ മിഖായേൽ വന്ന് വെട്ടി. അതാ 12-ാം അധ്യായത്തിൽ കാണുന്നത്. സാത്താനെയും അവന്റെ ദൂതന്മാരെയും സ്വർഗത്തിലൊരടയാളം കാണായി തീനിറമുള്ള മഹാസർപ്പത്തെ മിഖായേൽ എന്ന ദൂതൻ വെട്ടി. അപ്പോഴാ യെശയ്യാവ് പറഞ്ഞ വെട്ട് നടക്കുന്നത്. മനസ്സിലായോ? വെട്ടിയവനെ അഗാധ കൂപത്തിലേക്ക്, താഴെ തീപ്പൊയ്യയിലേക്ക് തട്ടുമ്പോൾ അവൻ അങ്ങോട്ട് ചെന്ന് വീഴുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് 2 പേരവിടെ കിടപ്പുണ്ട്, മൃഗവും കള്ളപ്രവാചകനും. ഇവന്മാർ തങ്ങളിൽ പറയുന്നതാ മുമ്പേ നമ്മുടെ ജോൺലി സാറ് വായിച്ചത്. എന്തെന്നാ? നീ ഞങ്ങൾക്ക് തുല്യനായോ? ഞങ്ങൾ ഓർത്തു നീയെങ്കിലും പിടിച്ചു നിൽക്കും. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ 1000 ആണ്ടിലും ഒരു ജനതയെ കൂട്ടിക്കൊണ്ട് ഉന്മൂലനത്തിനിറങ്ങിയിട്ട് നീയെങ്കിലും വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കെ ഇതാ പാതാളം, പുഴുക്കൾ നിന്നെ എതിരേൽക്കാൻ കാത്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് തുല്യനായോ? ആ യെശയ്യാവിന്റെ പ്രവചനം പൂർത്തീകരിക്കും. അത് പിശാചുമായി ബന്ധപ്പെട്ട ചിന്തയെങ്കിൽ നമ്മുടെ സന്തോഷം എന്താ? ഇതിന്റെ വിളംബരം യുഗങ്ങൾക്കപ്പുറത്ത് ക്രൂശിൽ നടന്നു. യുഗങ്ങൾക്കപ്പുറത്ത് ക്രൂശിൽ നടന്ന വിളംബരം എന്താ? അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ചു. ശത്രുപാളകത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത അത്ഭുത സംഭവമാണ് ആ ക്രൂശെങ്കിൽ. ഈ രാത്രി ആ ക്രൂശിലാണ് നമ്മുടെ പ്രശംസ. ആ ക്രൂശാണ് ഉയർത്തപ്പെടേണ്ടത്. സകല ഇരുട്ടിന്റെ ശക്തികളും ആയുധം വെച്ച് കീഴടങ്ങുന്ന നസറേയനായ യേശുവിന്റെ ആ പുണ്യാക രക്തത്തിൽ ഒഴുകി വരുന്ന അതിശക്തമായ പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ ആവശിക്കട്ടെ. അത് രോഗശാന്തിയായി, ദൈവിക വിടുതലായി, പ്രശ്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു പുത്തൻ കരുത്തായി, പുത്തൻ നിയോഗമായി, പുത്തൻ അഭിഷേകമായി കാത്തിരിക്കുന്ന, ജാഗരിക്കുന്ന ദൈവമക്കളിൽ വ്യാപരിക്കട്ടെ. സാത്താൻ ശക്തികളുടെ മീതെ ജയമെടുത്ത ആ ദൈവപുത്രനെ കുറിച്ചുള്ള മഹിമ അത് മരണത്തിന്റെ മീതെയും ജയമാണ്. കാരണം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇനി മരണത്തിന് പ്രസക്തിയില്ല. ജയഭേരി മുഴക്കി യുഗായുഗങ്ങൾ തന്റെ മക്കൾ തനിക്ക് വേണ്ടി തനിക്കൊപ്പം വാഴാൻ അവൻ ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹര നിത്യത. ആ നിത്യത കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, അബ്രഹാം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം കൺപാർത്ത് ഈ ലോകത്തിൽ അന്യനെ പോലെ പരദേശിയെ പോലെ കഴിഞ്ഞു.